اللهم صل على محمد وآل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളും ആജ്ഞകളുമെല്ലാം ജീവിതത്തിൻ്റെ ഉണ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തിലും സന്താപത്തിലും കണ്ണീരിലുമെല്ലാം ഒരുപോലെ കാത്തു സൂക്ഷിക്കാൻ, അങ്ങനെ ജീവിച്ചു മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും സുഹൃത്ത് വലയത്തിലുമെല്ലാമുള്ള ആളുകൾ അവധി ദിവസമായി ഇന്നിൻ്റെ സായാഹ്നത്തിൽ അവർ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? ചില ആളുകൾ അങ്ങാടിയിൽ വെറുതെ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നുണ്ടാവും. ചില ആളുകൾ കുടുംബത്തെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടാവും, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ചില ആളുകൾ സിനിമക്ക് പോയിട്ടുണ്ടാവും. ചില ആളുകൾ വീട്ടിലിങ്ങനെ വെറുതെ മലർന്ന് കിടന്ന് അങ്ങനെ അട്ടം നോക്കിയിരിക്കുന്നുണ്ടാവും, ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടാവില്ല. ചില ആളുകൾ റീൽസ് കണ്ട് മ്യൂസിക് കേട്ട് സിനിമ കണ്ട് അങ്ങനെ സമയം കഴിച്ചു കൂട്ടുന്നുണ്ടാവും. ഇങ്ങനെ പല കോലത്തിലായിരിക്കും നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരുമെല്ലാം സമയം ചെലവഴിക്കുന്നുണ്ടാവുക. ആ സമയം, ആ ഒരു വലിയ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, നീ കുറച്ചു നേരം എന്നെക്കുറിച്ച് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുക. എന്ത് കാരണം കൊണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് ആരെങ്കിലും വിളിച്ചിട്ടാണോ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണോ? ഇങ്ങനെ വിളിച്ചതല്ലേ, അപ്പോൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കൂലേ എന്ന് കരുതിയിട്ടാണോ? ഏത് ചേതോ വികാരമാകട്ടെ നമ്മൾ ഇവിടെ എത്തിച്ചത്, അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ട് ഇവിടെ എത്തിച്ചതാണ് അവനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ. കാരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസാണ്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ മാർഗത്തിലേക്ക്, അറിവ് അന്വേഷിക്കുന്ന വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അല്ലാഹു അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അവർ നടക്കുന്ന വഴികളിലെല്ലാം ഉള്ള മലക്കുകളോട് അവരുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തി വിരിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമെന്നാണ്. മാത്രവുമല്ല, ആകാശത്ത് പറക്കുന്ന പറവകളും കടലിന്റെ ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പുകളും ഇരിഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകളും പറവകളും പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ചെടികളും പൂവുകളും പൂമ്പാറ്റകളും ഈ ലോകത്ത് സജീവവും അജൈവവുമായി അള്ളാഹു എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അവയെല്ലാം അള്ളാഹുവിന്റെ അറിവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും അവന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുമെന്നും പൊറുക്കലിനെ തേടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എത്രമാത്രം വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. എത്രയോ എന്റർടൈൻമെന്റുകളുള്ള, സമയം കൊല്ലാൻ, സമയം കളയാൻ എത്രയോ സാധ്യതകൾ മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് റബ്ബിനെ കുറിച്ച് കേൾക്കാൻ കുറച്ചു നേരം വന്നിരിക്കാൻ കാര്യമുണ്ടാകുക എന്നത്, എല്ലാറ്റിലും ഉപരി അതിന് മനസ്സുണ്ടാവുക എന്നത്
ചെറിയൊരു അനുഗ്രഹമായി ഒരിക്കലും നിങ്ങൾ കാണരുത്. അത് വലിയ അനുഗ്രഹം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹം നമ്മുടെ എല്ലാം മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം? ഞാൻ നല്ല വെളുത്തിട്ടാണ്, നീളം വെച്ചിട്ടാണ്, എനിക്ക് വേറെ രോഗമൊന്നുമില്ല, എൻ്റെ ഉപ്പാക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്, എൻ്റെ കുടുംബം നല്ലൊരു കുടുംബമാണ്, പേരുദോഷമൊന്നുമില്ല, എനിക്ക് കിട്ടിയ പെണ്ണ് അത്യാവശ്യം ചുറുക്കുള്ള പെണ്ണാണ്, എൻ്റെ മക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് വലിയ വൈകല്യമൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരു മുസ്ലിമിനെ, മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ സൗഭാഗ്യങ്ങളാണ്. നല്ല കാലിനും കയ്യിനും കണ്ണിനും കാതിനും ഒന്നും ഒരു കുഴപ്പമില്ലാന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമാണ്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് എന്ന സൗഭാഗ്യത്തിന്റെ മുന്നിൽ, സൂര്യപ്രഭയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോകുന്ന മെഴുകുതിരി വട്ടങ്ങളെ പോലെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിഷ്പ്രഭമായി പോകും. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കിട്ടി എന്നുള്ളത്, ഞാനൊരു മുസ്ലിം, അള്ളാഹനെ അംഗീകരിക്കാൻ കഴിഞ്ഞോളൂ എന്നുള്ളതാണ്. ഇതിനപ്പുറം, ഈ ലോകത്തിന്റെ അപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ, പല പ്രവാചകന്മാരുടെയും ഉമ്മക്കും ഉപ്പക്കും കിട്ടാത്ത, ഭാര്യക്കും മക്കൾക്കും കിട്ടാത്ത, അടുത്ത കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും കിട്ടാത്ത, ഒരുപാട് സ്നേഹിച്ച ആളുകൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയത്. ജനിക്കുന്നതിന് മുന്നേ നമ്മൾ പടച്ചോന് അപ്ലിക്കേഷൻ എഴുതി കൊടുത്തിരുന്നോ? എന്നെ മുസ്ലിമത്തായിട്ട് ജനിപ്പിക്കണമെന്ന് കൊടുത്തിരുന്നോ? ഇല്ലല്ലോ. അള്ളാഹു സൗജന്യമായി തന്നതാണ്, തെരഞ്ഞെടുത്ത് തന്നതാണ്, സ്നേഹത്തോടെ തന്നതാണ്, വാത്സല്യത്തോടെ തന്നതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? വില കുറച്ച് കാണരുത്. അതിന്റെ വില മനസ്സിലാക്കാൻ, എന്നിട്ട് ആ വില മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഈ ഒരു വിഷയവുമായി തുടങ്ങാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഈ സൗഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇന്റർനെറ്റ് തുറന്നാൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എല്ലാം, ഏത് പ്രായത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഏത് പ്ലാറ്റ്ഫോം ആകട്ടെ, അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് വിമർശനങ്ങളല്ല, പരിഹാസങ്ങളാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള പരിഹാസങ്ങളാണ് എമ്പാടും കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് സജീവമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരുന്ന, സജീവമായി പ്രബോധനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചത് ഇസ്ലാമിനെ പരിഹസിക്കുന്ന, റസൂലുള്ളാഹിനെ തെറി പറയുന്ന, അള്ളാഹുവിനെ ഇകഴ്ത്തുന്നവരുടെ കൂട്ടത്തിലാണ്. അവൻ അവിടെ നിന്നിട്ട് പലതും പറയാൻ, പലതും പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി സമയം ഒഴിഞ്ഞു വെക്കാൻ. അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്കെന്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കൂല. പാടില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് അള്ളാഹു തന്ന ഹിദായത്ത് ഒരിക്കലും ഗ്രാൻഡഡ് അല്ല. അതേത് നിമിഷവും നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കാനുള്ള ശ്രമത്തിലാവണം നമ്മൾ. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാളെ മാശറയിൽ എത്തുമ്പോ ഇബ്രാഹിം നബിന്റെ ഉപ്പാനെ കാണുന്നതാണ്. ഉപ്പാനെ കാണുമ്പോ ഉപ്പ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക. ആകെ നിന്യനായി അപമാനിതനായിട്ടുള്ള അവസ്ഥയിലാണ് ഉപ്പ ഉണ്ടാവുക. അപ്പൊ ഇബ്രാഹിം നബി ഉപ്പാനോട് ഒരു ചോദിക്കും, അല്ല ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ, ഞാൻ പറയുന്നത് പോലെ എന്റെ കൂടെ നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ കേട്ടില്ല എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ ഉപ്പ തിരിച്ച് ഇബ്രാഹിം നബിയോട് പറയുന്നതാണ്, മോനെ, ഇന്ന് നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്, എന്താണ് ഞാൻ വേണ്ടത് നീ പറയും. ആ സമയം ഇബ്രാഹിം നബി സങ്കടത്തോടെ അള്ളാഹുവിനോട് പറയുന്നതാണ്, അള്ളാഹ്, നീ എനിക്ക് തന്ന ഒരു വാഗ്ദാനമാണ്, ഈ ദിവസം നീ എന്നെ അപമാനിക്കുകയില്ല എന്നത്. എന്റെ ഉപ്പയെ ഈ അവസ്ഥയിൽ കാണുന്നതിനേക്കാൾ വലിയ അപമാനം മറ്റെന്താണ് റബ്ബേ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നതാണ്. അള്ളാഹ് മറുപടി പറയാൻ എന്താ അറിയോ? ഇബ്രാഹിം, താങ്കളുടെ കാലിന്റെ ഇടയിലേക്കൊന്ന് നോക്കുന്നു പറയും. ആ സമയം കാലിന്റെ ഇടയിലേക്ക് നോക്കുമ്പോ ചെളി പുരണ്ട രീതിയിൽ, കണ്ടാൽ അറക്കുന്ന രീതിയിലുള്ള ഒരു കഴുതപ്പുലിയുടെ രൂപത്തിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപം അദ്ദേഹത്തിന്റെ വാപ്പാന്റെ രൂപം മാറ്റപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പിതാവിനെ അദ്ദേഹത്തിന്റെ മുന്നിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. ആലോചിച്ചോക്ക്, ആ ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് കിട്ടാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടേറെ സ്നേഹിച്ച, സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് പോലും പ്രവാചകനെ സ്നേഹിച്ച ആളാണ് മഹാനായ അബൂ താലിബ്. മഹാനായ എന്ന് പറഞ്ഞ അറിയാണ്ട് പറഞ്ഞു പോയതല്ല, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മഹാൻ എന്ന് പറഞ്ഞു തന്നെ സംസാരിക്കണം. കാരണം നമ്മുടെ പ്രവാചകന്റെ ഇഷ്ടത്തിന് അത്രത്തോളം പാത്രമായ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയില്ലേ, ഷുഐബ് അബൂ താലിബിൽ 3 കൊല്ലക്കാലം റസൂലിനെയും ഹാഷിം കുടുംബത്തെയും മുഴുവൻ പട്ടിണി
കേട്ടപ്പോ ഭക്ഷണം ഇല്ലാതെ, വെള്ളമില്ലാതെ, ചെരുപ്പുകൾ വെള്ളത്തിലിട്ട് പൊതിർത്തിക്കൊണ്ട് ഭക്ഷണം കഴിച്ച ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. പച്ചിലയും പുല്ലും ഭക്ഷിച്ച് മനുഷ്യകാഷ്ടം ആടുകളുടെ കാഷ്ടം പോലെ ആയി മാറിയ ഒരവസ്ഥ റസൂലിനും ഹാഷിം കുടുംബത്തിനുണ്ടായിരുന്നു. ആ സമയത്ത് പോലും പട്ടിണിയും പരിവട്ടവുമായി ചൂടും വെയിലും തണുപ്പുമെല്ലാം സഹിച്ച്, എല്ലാം സഹിച്ച്, എന്താ കാരണം? റസൂലിന്റെ ദഅവത്താണ്. ആ സമയത്തും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും അബൂ താലിബ് ഉറങ്ങൂല. കണ്ണിങ്ങനെ തുറന്ന് പ്രവാചകന്റെ ഈ വിരിപ്പിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. എന്തിനാണെന്നറിയോ? ആരെങ്കിലും തന്റെ മകനെ, പ്രിയപ്പെട്ട മുഹമ്മദിനെ കൊല്ലാൻ വരുന്നുണ്ടോ, അപായപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാൻ. അത്രത്തോളം സ്നേഹമുള്ള അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമായിരുന്നു തന്റെ പ്രിയപ്പെട്ട എളാപ്പ തന്റെ പ്രബോധന കാലഘട്ടത്തിൽ തനിക്ക് നേരെ വന്ന കൊലപാതകത്തിന്റെയും ആക്രമണങ്ങളുടെയും ശരങ്ങളെ മുഴുവൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് തടുത്തു നിർത്തിയ ആ വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കാണുക എന്നത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഏറ്റവും സാധിച്ചില്ല. അത് അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോ പ്രവാചകൻ എവിടെ ഉണ്ടെന്നറിയോ? അബൂ താലിബിന്റെ തലയുടെ ഭാഗത്തുണ്ട്, അടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് റസൂൽ പറയുന്നുണ്ട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എളാപ്പ, ഒറ്റൊട്ടങ്ങളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്റെ മരണം വരെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചോളാം. ഒരു അമലും നിങ്ങൾ ചെയ്യണ്ട, ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, അതൊന്ന് അംഗീകരിച്ചാൽ മതി. അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ ഈ മകൻ പ്രാർത്ഥിച്ചോളാം. ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ അബൂ താലിബ് പറഞ്ഞെന്താണ്? മോനെ, ഞാൻ പറയുമായിരുന്നു, നിന്റെ മനസ്സിനെ കുളിർപ്പിക്കാനെങ്കിലും ഞാൻ എന്റെ നാവ് കൊണ്ട് അത് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഭയപ്പെടുന്നു, മരണത്തെ ഭയന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബൂ താലിബ് മുഹമ്മദിന്റെ ആദർശം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് എന്റെ മരണത്തിന് ശേഷം ഈ ഖുറൈശികൾ എന്നെ അപമാനിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഭയമില്ലായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നു എന്ന് പറഞ്ഞ് അലാ മില്ലത്തി അബ്ദുൽ തലിബ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുകയാണ് ഉണ്ടായത് ആ വലിയ മനുഷ്യൻ. റസൂലുള്ളാഹി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് തകർന്ന് തരിപ്പണമായ ഹൃദയം കൊണ്ടാണ്, ചങ്കിലെ ചോര പിടയുന്ന അവസ്ഥയിലാണ്, കരഞ്ഞുകൊണ്ടാണ്, കണ്ണുനീര് നിയന്ത്രണാതീതമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? സാഹരില്ല എന്നല്ല, ഞാൻ പുറത്തു കൊടുക്കാന്നല്ല, ഞാൻ സ്വർഗം കൊടുത്തോളാന്നല്ല, അങ്ങ് ദുഃഖിക്കണ്ടെന്നല്ല. അള്ളാന്റെ റസൂലിന്റെ മനസ്സിന്റെ വേദന കൃത്യമായി അറിയാവ് മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പറയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, അങ്ങ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ, നേർമാർഗം നൽകാൻ അങ്ങയ്ക്ക് സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥന അർത്ഥം? റബ്ബേ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. എൻ്റെ ചെറുപ്പത്തിൽ അവരെന്നെ പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്തതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്കത് പറ്റില്ല. കാരണം എൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയത് മുശ്രിക്കുകളായിട്ടാണ്. വേദനയോടെ ആ മനുഷ്യൻ സങ്കടത്തോടെ കരയാൻ. ഒരാള് ജാക്കിർ നായക്കിന്റെ അടുത്തൊരു സ്ത്രീ വന്നിട്ട് ചോദിക്കാണ്, ഞാനൊരു മുസ്ലിമാണ്, പുതു മുസ്ലിമാണ്, എൻ്റെ മാതാവിനും പിതാവിനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ എന്തെങ്കിലും ഒരു സാധ്യത എനിക്കുണ്ടോ, എന്തെങ്കിലും ഒരു അവസരം എനിക്കുണ്ടോ, എന്തെങ്കിലും ഒരു പോം വഴി എനിക്കുണ്ടോ എന്ന് ചോദിച്ച് കരയുന്ന ഒരു പെണ്ണിനെ എനിക്ക് കാണാൻ സാധിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. പ്രിയപ്പെട്ടവർ, ഈ അവസ്ഥയൊന്നും നമുക്കില്ല. നമ്മുടെ ഉപ്പാക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഉമ്മാക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും ഹിദായത്തിലാണ്, നമ്മുടെ മക്കളും ഹിദായത്തിലാണ്. പക്ഷേ സമാധാനിക്കാൻ വരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ തകർന്ന് തരിപ്പണമാക്കപ്പെടുന്ന മണിക്കൂറുകൾക്കിടയിൽ ഹിദായത്ത് ഉയർത്തപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രിയപ്പെട്ടവരെ, ജുമാ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ 10-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ തളർന്നു കിടക്കാണ്, എൻ്റെ ഉപ്പാനങ്ങളൊന്ന് ഉപദേശിക്കാൻ, ഒന്ന് കൗൺസിൽ ചെയ്യാൻ വരണം. കാരണം അദ്ദേഹം യുക്തിവാദിയായി മാറി എന്നുള്ളതാണ്, അദ്ദേഹം നിരീശ്വരവാദിയായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.
വയസ്സാങ്കാലത്ത് ചെറുപ്പക്കാരനായ മകനാണ് സങ്കടത്തോടെ വന്ന് പറയുന്നത്. അതുകൊണ്ട് യുവാക്കളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല മതനിരാസവും മതനിഷേധവും എന്ന് പറയുന്നത്. പടച്ച റബ്ബിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെട്ടപ്പെടുമ്പോ ആ നിമിഷം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന് ഹിദായത്ത് അങ്ങോട്ട് പൊങ്ങും, ഹൃദയത്തിന് ഹിദായത്ത് അപ്രത്യക്ഷവും. പിന്നെ നമുക്ക് ഒരു കാരണവശാലും അല്ലാഹു ഉദ്ദേശിക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ, കൃത്യമായി മനസ്സിലാക്കിക്കോ, എല്ലാ വഖത്തിലും റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബേ ഹിദായത്തിലായിക്കൊണ്ടല്ലാതെ എന്നെ നീ മരിപ്പിക്കരുതേ റബ്ബേ, എന്നെ നീ തിരിച്ചു വിളിക്കരുതേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഖൈബർ യുദ്ധത്തിന്റെ സമയം ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഒരു മനുഷ്യൻ അതിശക്തമായ പോരാട്ടം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാൻ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പൊ കണ്ട ആളുകൾ മുഴുവൻ, സഹാബത്തിന് മുഴുവൻ ഇത് കണ്ടിട്ട് വല്ലാത്ത സന്തോഷം. എല്ലാരും പറഞ്ഞു, കണ്ടോ ഒരു സ്വർഗവാസിയെ കാണണമെങ്കിൽ അങ്ങോട്ട് നോക്ക്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ശത്രുക്കളുടെ പടയിലേക്ക് നുഴഞ്ഞു കയറി വാൾപ്പയറ്റ് നടത്തുന്ന ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വർഗവാസിയാണ് എന്നെല്ലാരും പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹുവ മിൻ അഹ്ലി ജഹന്നം, ഹുവ മിൻ അഹ്ലി ജഹന്നം. അവൻ സ്വർഗവാസിയല്ല ട്ടോ, അവൻ നരകവാസിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സ്വന്തം തന്നിഷ്ടപ്രകാരം പറഞ്ഞതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആകാശങ്ങൾക്കപ്പുറത്ത് നിന്നുള്ള ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാന്റെ റസൂൽ സംസാരിക്കുന്നത്. ഇത് കേട്ടൊരു സ്വഹാബിക്ക് വല്ലാത്ത അത്ഭുതം. അത് തെറ്റായിരിക്കുമെന്ന വിഷയത്തിലല്ല, അതെങ്ങനെ ഇത്രത്തോളം ആത്മാർത്ഥമായി സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ധീരയോദ്ധാവ് എങ്ങനെയാണ് അയാൾ ഈ പറയുന്നത് പോലെ നരകവാസിയായി മാറുക? അങ്ങനെ ഈ മനുഷ്യന്റെ പടയാളിയുടെ പിന്നാലെ ഈ സ്വഹാബി ഇങ്ങനെ നടക്കാണ്. അയാൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അയാളുടെ വിരലുകൾ മുഴുവൻ വെട്ടപ്പെട്ടു. ആ യുദ്ധത്തിനിടയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, വിരലുകൾ വെട്ടപ്പെട്ടു. അയാളുടെ ശരീരത്തിൽ മാരകമായ മുറിവുണ്ടാവുകയും ചെയ്തു. ആ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ ഇത്രയും നേരം ആളുകളെ, ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്ന ആ വാള് നിലത്തേക്ക് കുത്തിവെക്കുകയും അതിന്റെ മുകളിലേക്ക് കമിഴ്ന്നു വീഴുകയും ചെയ്തു. ഇത് കണ്ട സ്വഹാബി അത്ഭുത സ്തബ്ധനായി ഓടിച്ചെന്നു പ്രവാചകന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. റസൂലേ, നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ് എന്ന് ഞാൻ വീണ്ടും സാക്ഷ്യം വഹിക്കുന്നു. റസൂൽ പറഞ്ഞു, എന്തു പറ്റി വീണ്ടും ഇത് ആവർത്തിക്കാൻ? നീ മുസ്ലിം ആണല്ലോ. ആ സ്വഹാബി പറഞ്ഞു, നബിയെ, അങ്ങ് ധീരമായി പോരാടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ നരകവാസിയാണെന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയാണ് എന്നൊരാകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ആ കൗതുകം തീർത്ത് എന്റെ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുമാറാണ് അങ്ങയുടെ മുന്നിൽ ഞാൻ വന്നു നിൽക്കുന്നത്. അയാൾ ആത്മഹത്യ ചെയ്തു നബിയെ, അയാൾ ആത്മഹത്യ ചെയ്തു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന വലിയ ഗുണപാഠമുണ്ട് തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട്. എന്താ റസൂൽ പറയുന്നറിയോ? എന്റെ അനുചരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ചില ആളുകൾ ജീവിതത്തിലെ സിംഹഭാഗവും ഭൂരിഭാഗവും നന്മകൾ ചെയ്ത്, നമസ്കരിച്ച്, നോമ്പെടുത്ത്, ദുആ ചെയ്ത്, ദാവത്ത് ചെയ്ത്, പ്രബോധനം ചെയ്ത് അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവസാനം ഈ ദുനിയാവിൽ നിന്ന് അയാൾക്ക് പിരിഞ്ഞു പോകാനുള്ള സമയമാകുമ്പോ, അതിനോടടുത്തെത്തുമ്പോ അയാൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ? അയാൾ കുഫറിലാവും, അയാൾ ഹറാമു ചെയ്യും. എന്നിട്ട് ആ അവസ്ഥയിൽ അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി നരകവാസിയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവരിങ്ങനെ മതിമറന്ന് ജീവിക്കും, പാപികളായി, ദോഷികളായി, ലഹരി ഉപയോഗിച്ച്, വ്യഭിചരിച്ച്, വഞ്ചിച്ച്, ചതിച്ച് അവരെങ്ങനെ ജീവിക്കും. പക്ഷേ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാനുള്ള സമയമാകുമ്പോ അള്ളാഹു അവർക്ക് വെളിച്ചം കൊടുക്കും. അവര് നന്നാവും, അവര് തൗബ ചെയ്യും, ആത്മാർത്ഥമായി തൗബ ചെയ്യും. പതിറ്റാണ്ടുകളുടെ പാപക്കറകൾ, ദിവസങ്ങളുടെ കണ്ണുനീര് കൊണ്ട് അവർ കഴുകിക്കളയും. സുജൂദിലും റുക്കൂഇലുമായി ആത്മാവിനെ ശുദ്ധീകരിക്കും. വെളുവെളുത്ത ആത്മാവായി ഈ ലോകത്തുനിന്ന് അവർ വിട പറഞ്ഞു പോകും. ഒരു പുരുഷ ആയുസ് മുഴുവൻ പാപം ചെയ്തിട്ട് ഈ ലോകത്ത് നിന്ന് അവർ വിട പറഞ്ഞു പോകുക സ്വർഗവാസികളായിട്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറയാണ്, സ്വഹാബത്തെ, ജീവിതത്തിലെ ആഖിബത്ത് നന്നാവാൻ, പര്യവസാനം നന്നാവാൻ നിങ്ങൾ ദുആ ചെയ്യുക. എത്ര തഹജ്ജുദ് നിസ്കരിച്ചാലും, എത്ര സുന്നത്ത് നോമ്പെടുത്താലും, എത്ര സ്വതക്കകൾ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പരലോകം തീരുമാനിക്കപ്പെടുക. എന്നിട്ട് റസൂൽ പറയാണ്, ഒരു കാലഘട്ടം ഇനി വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? പ്രഭാതത്തിൽ മുസ്ലിമായവൻ
പ്രദോഷത്തിൽ കാഫിറായി മാറുന്ന, പ്രദോഷത്തിൽ മുസ്ലിമായവൻ പ്രഭാതത്തിൽ കാഫിറായി മാറുന്ന ഒരു കാലഘട്ടം ഇനി വരാനുണ്ട്. ആത്മാഭിമാനത്തോടെ ഞങ്ങൾ എക്സ് മുസ്ലിംസ് ആണ്, ഞങ്ങൾ പഴയ മുസ്ലിംസ് ആണ്, ഇപ്പൊ ഞങ്ങൾ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു, മതം വിട്ട പെണ്ണാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് വീമ്പ് പറയുന്ന ആളുകൾ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് പ്രവാചക പുങ്കവൻ മുന്നറിയിപ്പ് നൽകിയ ആ ദുരന്തത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സംരക്ഷിച്ചു പിടിക്കുക, ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ഈമാനിനെ ആർക്കും തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ, ആർക്കും കടന്നു കയറാൻ, ആർക്കും ആക്രമിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ ഈമാനിനെ സംരക്ഷിച്ചു പിടിക്കുക. പ്രവർത്തനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിശ്രമത്തിലൂടെ, ആവേശത്തിലൂടെ, വിയർപ്പിലൂടെ, കണ്ണുനീരിലൂടെ ആ ഈമാനിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അറിയുക, ഇന്നിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപം മതനിരാസവും മതനിഷേധവുമാണ്. എന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് 2 പരിഹാരങ്ങളാണ് അതിന് പറയാനുള്ളത്. ഒന്നാമത്തെ പരിഹാരം, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ കേൾക്കാതിരിക്കുക എന്നതാണ്. എന്റെ റസൂലിനെ കുറിച്ച് തെറി പറയുന്ന, എന്റെ പ്രവാചകനെ പരിഹസിക്കുന്ന ഒരുത്തന് അവന് ഞാൻ എന്തിന് റേറ്റിംഗ്സ് കൂട്ടിക്കൊടുക്കണം? കാണാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം. ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? അതിന്റെ പ്രതിരോധകരാവുക. എല്ലാ വീഡിയോസും കാണാം, എല്ലാം കേൾക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിന് ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി അന്വേഷിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഉണ്ട്, ഏത് വിമർശനങ്ങൾക്കും ഏത് പരിഹാസങ്ങൾക്കും നൂറ്റാണ്ടുകളായി ശക്തിയുക്തമായ, വ്യക്തമായ, സ്പഷ്ടമായ മറുപടി പരിശുദ്ധ ഇസ്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാരോപണത്തിന്റെ മുന്നിലും ഇസ്ലാമിന്റെ മുനയൊടിഞ്ഞു പോയിട്ടില്ല. ഒരാരോപണത്തിന്റെ മുന്നിലും ഇസ്ലാമോ ഖുർആനോ പ്രവാചകനോ മുഹമ്മദി ഉമ്മത്തോ പരാജയപ്പെട്ടു പോയിട്ടില്ല, പരാജയപ്പെട്ടു പോവുകയുമില്ല, പരാജയപ്പെടുത്താൻ സാധ്യവുമല്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവരുടെ വായകൾ കൊണ്ട് അവരൂതുന്ന ബാലിശമായ ഊത്തുകളിലൂടെ അല്ലാഹുവിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയാനാണ് അവർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതെ വിടുകയില്ല. സ്ത്രീകൾക്ക് പാരതന്ത്ര്യമാണ് പരിശുദ്ധ ഇസ്ലാം. സ്ത്രീകളെ കെട്ടിപ്പൂട്ടിയിടുകയാണ് ഇസ്ലാം. സ്ത്രീകളെ അടിമകളാക്കുകയാണ് ഇസ്ലാം. സ്ത്രീകളെ അടിച്ചമർത്തുകയാണ് ഇസ്ലാം. ലോകം മുഴുവൻ പ്രചണ്ഡ പ്രചാരമാണ്. എന്നാൽ യൂറോപ്പിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പരിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവാചകനെ ജീവനേക്കാളേറെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഇവിടെയാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല, അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആ പ്രകാശത്തിന്റെ ഉറവിടം ഒരു ഭാഗത്തുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഉറവിടത്തിലേക്ക് സഞ്ചരിക്കാനുള്ള സമയം നാം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കേൾക്കാതിരിക്കുക. അതല്ല, എനിക്കെന്റെ ജീവിതത്തിൽ സമയമുണ്ട്, ഞാൻ അതും കേൾക്കും, അതും പഠിക്കുമെന്ന പൂർണ്ണ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. എത്ര വേണമെങ്കിലും ഈമാനിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ മതവാദിയോ മൗലികവാദിയോ എന്ന് വിചാരിച്ചാൽ തകർത്ത് കളയാനോ നശിപ്പിച്ച് കളയാനോ കഴിയുന്ന ഒന്നല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, കാലിക വർത്തമാന ലോകത്ത് യുവാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലുത് ഈമാനിന് നേരെയുള്ള കടന്നാക്രമണമാണ്. അതിനു നേരെ നിങ്ങൾ എടുക്കേണ്ട നിലപാടുകളാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഒരു വീട്ടിൽ 18 വയസ്സുകാരനായ ഒരു യുവാവ് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ വീട്ടിലിങ്ങനെ കയറി വരുമ്പോ അവന്റെ 11 വയസ്സുള്ള അനുജൻ TV കാണുന്നുണ്ട്, എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കയറി വന്ന ഉടനെ ഈ ചെറുപ്പക്കാരൻ റിമോട്ടിന് ചോദിച്ചപ്പോ അനുജൻ അത് കൊടുത്തില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? വീടിന്റെ പുറത്തേക്ക് പോയി ഒരു കമ്പിപ്പാര എടുത്തുകൊണ്ടുവന്നു. നമ്മൾ വിചാരിക്കും ആ TV പൊളിക്കാനായിരിക്കും. നേരെ പോയിട്ട് 11 വയസ്സുള്ള തൻ്റെ അനുജനെ കുത്തി അങ്ങോട്ട് കൊന്നു. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ്. പാലക്കാട് ജില്ലയിൽ ഒരു മകൻ വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, കുറച്ച് വെള്ളം തരുമോ?
അമ്മ പറഞ്ഞു വെള്ളം എടുത്തരാൻ പറ്റില്ല, അടുക്കളയിൽ പോയി കുടിച്ചു. അവൻ അടുക്കളയിലേക്ക് പോയി, വെള്ളം കുടിക്കാനല്ല, കത്തിയെടുക്കാൻ, പച്ചക്കറി അരിയുന്ന കത്തിയെടുക്കാൻ. കത്തിയെടുത്തിട്ട് തിരിച്ചു വന്ന് ആദ്യം ഉമ്മയെ തലങ്ങും വിലങ്ങും വെട്ടി. എന്നിട്ട് മുറിയിൽ രോഗഗ്രസ്തനായി കിടക്കുന്ന ഉപ്പയെയും തലങ്ങും വിലങ്ങും വെട്ടിക്കൊന്നു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ദിനേന നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നതാ കുറച്ചു മുമ്പ് ഏതാനും വാർത്ത വായിക്കേണ്ട ഒരു സ്ഥലമല്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഈ യുവാക്കൾക്കൊക്കെ കോമൺ ആയ ഒരു സംഗതി ഉണ്ടെന്ന് അറിയോ? ഇവരൊക്കെ ലഹരി ഉപയോഗിച്ചവരാണ്. വർത്തമാനകാലം നേരിട്ട് കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത്. യുവാക്കൾക്കിടയിൽ ലഹരി സാർവത്രികമായി കൊണ്ടിരിക്കാൻ, ലഹരിയുടെ ഉപയോഗം അവസാനം ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എത്ര കൃത്യമാണ്. കള്ളിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അന്ന് MDMഉം അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റിക്കറും ഈ സിന്തറ്റിക് ഡ്രഗ്സും അന്നില്ലല്ലോ. അന്നുണ്ടായിരുന്ന വാദായൻ എന്ന് പറയുന്നത് മദ്യമാണ്, കള്ളാൻ. ആ കള്ളിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? അത് വാറ്റുന്നവൻ, അത് ചുമക്കുന്നവൻ, അത് വിളമ്പുന്നവൻ, അത് കുടിക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, അത് വാങ്ങുന്നവൻ, 10ഓളം ആളുകളെ പറഞ്ഞു. എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. കുല്ലുഹും മൽഊനീൻ, എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്, ഒരാൾ അതിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താണെന്നറിയോ? മദ്യം സകല തിന്മകളുടെയും മാതാവാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കള്ളിന്റെ ഒരു സ്വഭാവത്തോട് പറയാൻ സാധാരണ ഒരു കഥ പറയാറുണ്ട്. പണ്ടൊരു നാട്ടിൽ നല്ലൊരു ആബിദായ ഒരു മനുഷ്യനുണ്ടായിരുന്നത്രേ. അയാളിൽ ഒരു വേശ്യാ പെണ്ണ് അനുരക്തയായി. അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രാപിക്കണമെന്ന് ഈ വേശ്യാ പെണ്ണ് തീരുമാനിച്ചു. അങ്ങനെ അവസാനം ഇയാളെ പലതും പറഞ്ഞ് ആ പെണ്ണ് ഇയാളുടെ വീട്ടിലെത്തിച്ചു. അയാൾ ട്രിക്ക് ചെയ്ത് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ഈ പെണ്ണ് അയാളുടെ മുന്നിൽ കുറച്ച് ഓപ്ഷൻസ് വെച്ചു കൊടുത്തു, കുറച്ച് ചോയ്സുകൾ വെച്ചു കൊടുത്തു. ഒന്നുകിൽ ഞാനുമായി വ്യഭിചരിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയെ കൊന്നുകളയുക, അല്ലെങ്കിൽ അവിടെ കുറച്ച് മദ്യം ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ആ മദ്യം കുടിക്കുക. ഈ മൂന്നാലൊരു തിന്മ ചെയ്യാതെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടൂല. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഞാനുമായി എന്നെ പ്രാപിക്കാൻ വന്നതാണെന്ന് പറയുകയും ഈ കുട്ടി നിങ്ങളുടേതാണെന്ന് പറയുകയും ചെയ്യും. പിന്നെ നിങ്ങളെ എല്ലാ മാന്യത ഇവിടെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അയാൾ ചിന്തിച്ചു, ഒരു കുട്ടിയെ എങ്ങനെയാണ് കൊല്ലുക? ഈ ചെറിയ പൈതലിനെ ഞാൻ എങ്ങനെ കൊല്ലും? അതുപോലെ തന്നെ ഈ നീചയായ പെണ്ണുമായി വ്യഭിചരിക്കുക എന്ന ജീവിതം മുഴുവൻ എന്നെ പ്രയാസപ്പെടുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. ആകെ കൂടി ചെയ്യാനുള്ളത്, ആകെ കൂടി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കുറച്ച് തൗബ ചെയ്തിട്ടെങ്കിലും മായ്ച്ചു കളയാമെന്ന ഒരു തിന്മ എൻ്റെ മുന്നിൽ, ഈ കള്ള് കുറച്ചുകൊണ്ട് കുടിക്കുക എന്നുള്ളതാണ്. അത് അയാൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ആ ഗ്ലാസ് വീണ്ടും ആ പെണ്ണിന്റെ നേർക്കേക്ക് നീട്ടി. അവൾ വീണ്ടും ഒഴിച്ചു കൊടുത്തു. അയാൾ വീണ്ടും കുടിച്ചു. അങ്ങനെ ഇതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അയാൾ ഉന്മത്തനായി ആ മുന്നിലിരിക്കുന്ന കുട്ടിയെ അയാൾ നിഷ്കരണം കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ പെണ്ണിനെ വ്യഭിചരിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, മദ്യം കുടിച്ചതിന് ശേഷം ആ 3 തിന്മകളും അയാൾ ചെയ്തു. അങ്ങനെയാണ് ലഹരി എന്ന് പറയുന്നത് സകല തിന്മകളുടെയും മാതാക്കലാണ്. കണ്ണൂർ ജില്ലയിലൊക്കെ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ, രാത്രി 12 മണിയായി കഴിഞ്ഞാൽ ബൈക്ക് കൊണ്ട് ഇങ്ങനെ ചീറിപ്പായാൻ. ആരെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ 2 വിരലുകൾക്കിടയിൽ ബ്ലേഡാണ് ഉണ്ടാവുക, മൂർച്ചയുള്ള ഒരു വര അങ്ങോട്ട് വരക്കും. ഒരു കണ്ണിച്ചോര ഉണ്ടാവില്ല. എത്ര കൊലപാതകങ്ങൾ പ്രിയപ്പെട്ടവരെ, തമ്മിൽ തല്ലുകൾ, മോഷണങ്ങൾ, പിടിച്ചുപറികൾ, ഇതിങ്ങനെ ഉപയോഗിച്ച് അവസാനം ഇത് ഉപയോഗിക്കാതെ പറ്റില്ല എന്നാണുമ്പോ ഇതിന്റെ അതിൽ നിന്നും കിട്ടുന്ന പണം പോരാതെ വരുമ്പോ മോഷണം തുടങ്ങും. എന്നിട്ടും പോരാതെ വരുമ്പോ കൊള്ള തുടങ്ങും, കൊലപാതകം തുടങ്ങും. നൊട്ടോറിയസ് ക്രിമിനലുകളായി നമ്മുടെ മക്കൾ മാറാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പാലക്കാട് ജില്ലയിലെ ഒരു കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. അവൻ ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിച്ച് അവസാനം രക്ഷപ്പെട്ടു വന്നതാണ്. അവൻ പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. അവനെ ഈ പറയുന്ന മോഷണ കേസിൽ ഇങ്ങനെ പിടിച്ച് സെല്ലിലിട്ടപ്പോ അതേപോലെ 6 കുട്ടികളെ സെല്ലിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ ആ സെല്ലിൽ ഇരുത്തിയപ്പോ അവർ ചെയ്യുന്നത് അറിയോ? ഭക്ഷണം കഴിക്കാൻ കൊടുത്ത പാത്രം കൊണ്ട് ജയിലിലെ ടൈല് കുത്തിപ്പൊളിച്ചിട്ട് ആ ടൈലിന്റെ കൂർത്ത ഭാഗം എടുത്തിട്ട് കയ്യിനൊരു മുറിവുണ്ടാക്കി ആ മുറിവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തം എല്ലാവരും കൂടി പങ്കിട്ട് കുടിക്കുന്ന അവസ്ഥ അവൻ കാണാൻ. എന്താ കാരണം? 1-2 മണിക്കൂറുകൾ ഇങ്ങനെ കടന്നുപോയപ്പോ, ഈ ലഹരി കിട്ടാതായപ്പോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ച ലഹരിയുടെ കണിക, അതിന്റെ അംശം രക്തത്തിലുണ്ടാവും. അതിങ്ങനെ വലിച്ചു കുടിച്ച് സ്വന്തം കൂട്ടുകാരന്റെ രക്തം കുടിച്ചിട്ടാണെങ്കിലും തന്റെ ദാഹത്തെ ശമിപ്പിക്കാൻ ശ്രമിക്കുന്ന യൗവനത്തെ കണ്ടപ്പോഴാണ് ഈ യുവാവ് മാറി ചിന്തിച്ചത്. നന്നാവണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അവരിലൂടെ അവനെ കണ്ടു എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, യുവാക്കളെ, ഈ
ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ലോകത്താണ്. നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് എത്രമാത്രം ഭീകരരാണ് നിങ്ങൾ, എത്രമാത്രം ഭയാനകമാണ് നിങ്ങളുടെ രംഗമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയങ്ങൾ എത്ര തീവ്രമായിട്ടാണ് തകരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് അറിയുക, ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നതല്ല പരിഹാരം. ഭാവിയിലെങ്കിലും ഇതിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള സകല സാഹചര്യങ്ങളും ഒഴിവാക്കുക, കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. എന്നിട്ട് സുരക്ഷിതമായൊരു സർക്കിൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുരന്തത്തിലേക്ക് നിങ്ങളും ആവതിക്കും. സമൂഹം അനുഭവിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ഈ അടുത്ത് ഇന്നോ ഇന്നലെയോ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്താണ്? കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതലുള്ളത് പുരുഷ സ്വവർഗാനുരാഗികളായ ആളുകളാണ് എന്ന് റിപ്പോർട്ടർ ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ. എന്തൊരൽപ്പം! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സാംസ്കാരിക കേരളത്തിൽ എയ്ഡ്സ് രോഗികൾ കൂടാൻ എങ്ങനെയാണ് കൂടുന്നത്? ഏതെങ്കിലും എയ്ഡ്സ് രോഗി ഉപയോഗിച്ച ബാത്റൂം ഉപയോഗിച്ചിട്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോലത്തിൽ എയ്ഡ്സ് രോഗി ഉപയോഗിച്ച സിറിഞ്ച്, മറിച്ച് സുരക്ഷിതത്വമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ രോഗം പടർന്ന് പാറിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റിപ്പോർട്ടർ ലൈവ് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച ഏതാനും ദിവസം, ഇന്നിപ്പോ ഞാൻ തിരിച്ചു പോകേണ്ടത് 10:20 കോഴിക്കോട് എത്തുന്ന പൂർണ്ണ എക്സ്പ്രസിലാണ്. ഇതേ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനാണത്. കഴിഞ്ഞ ആഴ്ചയും ഇതേ ട്രെയിനിനാണ് ഞാൻ പോയത്. സ്ലീപ്പർ ക്ലാസ്സിലാണ് പോയത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി ഷൊർണൂർ എത്തിയപ്പോ 6 വിദ്യാർത്ഥികൾ ആ ട്രെയിനിലേക്ക് കയറി. അവരുടെ വസ്ത്രധാരണം പറയാതിരിക്കുന്നതല്ലേ, അതൊന്നും പിന്നെ ഇതിപ്പോ ഒരു പ്രശ്നമില്ലാത്തോണ്ട് അങ്ങനെ വിചാരിക്കാം. പക്ഷേ ഇതൊരു 11 മണി 11:30 കഴിഞ്ഞ് വിളക്കുകളൊക്കെ ഓഫായി എല്ലാം കഴിഞ്ഞപ്പോ ഈ 6 ബർത്ത്, ബാക്കിയുള്ള 5 ബർത്തും അപ്പുറത്തുള്ള ഒരു ബർത്തും ഇവരുടേതാണ്. 6 ആളുകളുണ്ടല്ലോ, അവർക്ക് 3 ബർത്തേ വേണ്ടി വന്നിട്ടുള്ളൂ. 3 ബർത്തിലാണ് അവർ 6 പേരും കിടക്കുന്നത്. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയും, ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയും, ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണൂർ വരെ എത്താൻ, എൻ്റെ നാട്ടിലേക്ക് എത്താൻ ഞാൻ അനുഭവിച്ച പ്രയാസം ചെറുതല്ല. കരഞ്ഞു ഞാൻ, അക്ഷരാർത്ഥത്തിൽ. എന്നിട്ട് ഡേറ്റ് നിങ്ങൾ നോക്കിയാൽ എൻ്റെ FBയിൽ ഞാൻ അന്ന് തന്നെ ഈ ഒരു അനുഭവം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരാണിനും പെണ്ണിനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പരസ്യമായി പച്ചയായി ഒരു ഉളുപ്പുമില്ലാതെ ചെയ്യുന്ന ഇന്നിന്റെ യുവത്വത്തെയാണ് അവിടെ കണ്ടത്. അന്ന് അതൊന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ഗുണ്ടയാകുമായിരുന്നു. സദാചാര ഗുണ്ട. അതിൻ്റെ ഒപ്പം കുറച്ച് താടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സദാചാര ഗുണ്ട എന്നുള്ളതിന് പൊലിവേറി എന്നുള്ളത് ആരും ചോദിക്കൂല. പോലീസുകാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു പ്രായമുള്ള പോലീസുകാരൻ ഇതിങ്ങനെ കണ്ടിട്ട് പച്ചക്ക് വ്യഭിചരിക്കാണ് പ്രിയപ്പെട്ടവർ ട്രെയിനെന്ന്. ആരും ചോദിക്കൂല, ആരും പറയില്ല, ആരും മിണ്ടില്ല. പോലീസുകാര്, നിയമപാലകര് അവരിങ്ങനെ കൈ ഇങ്ങനെ മലർത്തിയിട്ട് എന്ത് ചെയ്യാൻ? അങ്ങോട്ടാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം സാർവത്രികമാകുന്ന ഒരു കാലഘട്ടം. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട് പ്രവാചകന്റെ. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് സംഭവിക്കും, എന്താണോ ഞാൻ ഈ പറഞ്ഞത് ഇത് സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നൊരു പ്രവാചകൻ വേറൊന്നുകൂടി പറഞ്ഞു. എന്താണെന്നറിയോ? അന്ന് നിങ്ങൾക്കൊരു മറയിൽ പോയിട്ട് ചെയ്തൂടെ എന്നൊരാൾക്ക് ചോദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഓൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്കാ പറ്റിയ ഈ കൂട്ടത്തിൽ എനിക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റോ? ആർക്കെങ്കിലും? എനിക്ക് പറ്റോ? ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് പറ്റോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റോ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഉണ്ട്? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ഉണ്ടാവൂല, സാധ്യമല്ല. അതിന്റെ അർത്ഥം റസൂൽ എന്താ പറഞ്ഞറിയോ? ഒരാൾക്കും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ വരും, ഒരവസ്ഥ സംജാതവും. അത് വന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടമാണ്. ആ സമയം സംജാതമായിരിക്കുന്നു. പച്ചക്ക് വ്യഭിചരിക്കുന്ന ഇളം തലമുറയോട് ഒരു മറയിൽ പോയി ചെയ്തൂടെ എന്ന് ചോദിക്കേണ്ട നിമിഷം അവൻ സദാചാര പോലീസും സദാചാര ഗുണ്ടയുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊരു ഭാഗത്ത് ലിബറൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കൂത്തരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് അതിനേക്കാൾ വലിയ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കാൻ. സ്വവർഗാനുരാഗത്തെ തഹജ്ജുദ് നിസ്കരിക്കുന്ന കുട്ടികൾ ന്യായീകരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന കുട്ടികൾ സ്വവർഗാനുരാഗത്തെ ന്യായീകരിക്കുക. അവരതാണെന്നല്ല അവർ പറയുന്നത്.
ഞാൻ അതിൽപ്പെട്ട ആണെന്നല്ല, എനിക്ക് സ്വർഗാനുരാഗമൊന്നും ഇഷ്ടമല്ല, ഞാൻ ഹെട്രോസെക്ഷൽ ആണ്, ഞാൻ സ്ട്രെയിറ്റ് ആണ്. പക്ഷെ അങ്ങനെ തോന്നുന്ന ആളുകൾ അങ്ങനെ ജീവിക്കട്ടെ. അതാണ് മഹാഭൂരിപക്ഷം വരുന്ന ഇളം തലമുറയുടെ അഭിപ്രായം. അറിയോ നിങ്ങൾക്ക്? ഇവിടെ ഉണ്ടല്ലോ കുറെ കുട്ടികളുണ്ടല്ലോ, ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ അവരുടെ അഭിപ്രായം എന്താണ്. ഒരു +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ എന്താണ് അവരുടെ അഭിപ്രായമായി പറയുന്നത്? ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. കാരണം പൊതുബോധം അങ്ങനെയാണ്, പൊതുബോധം അവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു ട്രാൻസ്ജെൻഡർ അത് അങ്ങനെയാണ്, അയാൾ അങ്ങനെ ആയിപ്പോയതാണ്, അത് അയാളുടെ ചോയ്സ് അല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ട്രാൻസ്ജെൻഡർ? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ശാരീരിക അവയവങ്ങളുമായി ജനിക്കുന്ന ഒരാളല്ല ട്രാൻസ്ജെൻഡർ. മറിച്ച് 25 വയസ്സുവരെ 30 വയസ്സുവരെ മാന്യനായ ഒരാണായിട്ട് ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആണല്ല പെണ്ണാണെന്ന് തോന്നുന്ന മാനസിക രോഗത്തെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. കണ്ണൂർ ഭാഷയിൽ പച്ചപ്പിരാന്ത്, അതാണ് ട്രാൻസ്ജെൻഡറിസം. അതൊക്കെ ഒരു ആദർശവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഇപ്പോ 4 കുട്ടികളായല്ലോ, മുസ്ലിം സമുദായത്തിൽ നിന്നാണ് പോണത്. മുസ്ലിം നാമധാരികളായ 4 കുട്ടികൾ, ആദ്യം 2 കുട്ടികൾ പോയി, പിന്നെ 2 കുട്ടികൾ പോയി. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് തല ഉയർത്താൻ പറ്റുമോ? എത്ര മാത്രം വേദനയാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ കൂടെ ആകട്ടെ പെൺകുട്ടിയുടെ കൂടെ ആകട്ടെ ഒളിച്ചോടി പോകുമ്പോൾ 2 വികാരങ്ങളാണ് അവിടെ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നത്. ഒന്നെന്താണെന്നറിയോ? എന്റെ ഇഷ്ടം, എന്റെ ശരീരം, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഇച്ഛ, അതെന്റെ അവകാശമാണ് എന്ന് പറയുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും 21ാം നൂറ്റാണ്ടിലെ വികാരം. 2 ഏതാണെന്നറിയോ? 20 വയസ്സുവരെ, 21 വയസ്സുവരെ, 18 വയസ്സുവരെ പേനരിക്കുമോ ഉറുമ്പരിക്കുമോ എന്ന് പേടിച്ച് പോറ്റി വളർത്തിയ മാതാവും പിതാവും അനുഭവിക്കുന്ന മനോവേദന, ഹൃദയവേദന. ഈ 2 വികാരങ്ങളാണ് തമ്മിൽ സംഘട്ടനം നടക്കുക. ഇവിടെ നിങ്ങളൊന്ന് പറയും, ഇതിൽ ഏതിന്റെ പക്ഷത്താണ് ഈ രാജ്യത്തെ നിയമം ഇന്ന് നിൽക്കുന്നത്? ഇതിൽ ഏതിന്റെ പക്ഷത്താണ് ഈ രാജ്യത്ത് അന്തിച്ചർച്ചക്ക് മുട്ടും കുത്തി വന്നു നിൽക്കുന്ന പാനലിസ്റ്റുകൾ ഏതിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്? ഏതിന്റെ ഭാഗത്താണ് പൊതുബോധം, റീൽസുകൾ, ആൽബങ്ങൾ, സിനിമകൾ, സീരിയലുകൾ, എഴുത്തുകൾ എല്ലാം നിൽക്കുന്നത്? ഏതിന്റെ പക്ഷത്താണ് ചോദിച്ചാൽ ഒരു മടിയില്ല നമുക്ക് മറുപടി പറയാൻ പറ്റും. 21ാം നൂറ്റാണ്ടിന്റെ ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ, ചതിയുടെ, പൈശാചികതയുടെ ഈ വൈകാരികതയിലാണ്. അതിനാണ് നിയമം അനുകൂലിക്കുന്നത്, എഴുത്തുകൾ അനുകൂലിക്കുന്നത്, പൊതുബോധങ്ങൾ അനുകൂലിക്കുന്നത്. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം നാശത്തിലേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉമ്മ വാപ്പമാർക്ക് നമുക്ക് സമാധാനിക്കാൻ കഴിയില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന 30 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഒരിക്കലും സമാധാനിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന, നേരിടാൻ പോകുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇതിന്റെ ഒക്കെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് അറിയോ? ഈ പറയുന്ന ആളുകളൊക്കെ ലഹരിയാകട്ടെ, വ്യഭിചാരമാകട്ടെ, മതനിരാസമാകട്ടെ, ഇതൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ജനങ്ങളോട് പറയുന്ന ഒരു വർത്താനുണ്ട്: നിങ്ങളുടെ ജീവിതമാണ്, അടിച്ചുപൊളിക്ക്, പരമാവധി അനുഭവിക്ക്, ആസ്വദിക്ക്, എൻജോയ് ചെയ്. ജീവിതം ഒറ്റൊന്നേ ഉള്ളൂ. ജീവിതം ഒറ്റൊന്നല്ല, ജീവിതം ഒറ്റൊന്നല്ല. ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞെന്താണ്? ഈ ദുനിയാവ് പടച്ചത് പടച്ചോനല്ലേ, അല്ലാഹു അല്ലേ? ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞെന്താണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. അല്ലാഹു പറയാൻ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബു വലഹു വലദ്ദാറുൽ ആഖിറതു ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. അറിയണം, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ലഇബും ലഹുവും മാത്രമാണ്. വലദ്ദാറുൽ ആഖിറതു ലഹിയൽ ഹയവാൻ. ആഖിറമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിന്റെ അവസാന ഭാഗം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, അല്ലാഹു പറയാണ്, ഇഅ്ലമൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാക്ക് വെറുതെയല്ല. നമ്മളൊരാളോട് നീ മനസ്സിലാക്കണം, നീ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ എന്തോ മോശമായ നിലപാടിലാണ് എന്നാണ്, എന്തോ തെറ്റായ ഒരു ധാരണ അവനുണ്ട് എന്നാണ്. അങ്ങനെയുള്ളവരോടാണ് നമ്മൾ പറയുക, നീ മനസ്സിലാക്കണം, നീ അറിയണം.
ഇന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ്. 5 കാര്യങ്ങളാണ് ഈ ദുനിയാവിലെ ജീവിതം. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു അർത്ഥമോ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സാരമോ ഈ ദുനിയാവിലെ ജീവിതത്തിന് കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ഒന്നാമത്തത് ലഹുലഇബാണ്, കളിയാണ്, വിനോദമാണ്, കളിയാണ്. ഒന്നാമതായി ദുനിയാവിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? കളിയാണ്. എന്താണ് കളി എന്ന് പറഞ്ഞാൽ? നമ്മളൊരാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ നിസ്സാരമാക്കി എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ തുടങ്ങി ദുനിയാവ് നിസ്സാരമാണെന്നാണ്. നിസ്സാരമായ കേവലം ഒരു കളി മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്ന സീരിയസ്നെസ് ഒന്നും ഈ ദുനിയാവിന്റെ ജീവിതത്തിന് ഇല്ലട്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പറയുന്നത്. ചെറിയ കുട്ടികൾ കളിക്കൂലേ കളിപ്പാട്ടം കൊണ്ട്? ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടികൾ, അവർക്ക് കളിപ്പാട്ടത്തിനാണോ വില അല്ല എങ്ങക്കാണോ വില? അങ്ങനെ കളിപ്പാട്ടം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ചോദിക്കുക, ഉമ്മനെ വേണോ കളിപ്പാട്ടം വേണോ? കുട്ടികൾ ഏതാ എടുക്കുക? ഉമ്മനൊന്നും ഇപ്പം വേണ്ട, കളിപ്പാട്ടം മതി അല്ലേ? അവരതെല്ലാം എടുക്കുക. അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു 2 ലക്ഷം റുപ്യന്റെ ചെക്കും ഒരു കളിപ്പാട്ടം വെച്ചു കൊടുക്കുക. അവരേതെടുക്കും? കളിപ്പാട്ടം എടുക്കും. കാരണം ഈ പറയുന്ന 2 ലക്ഷം റുപ്യയുടെ ചെക്കിന്റെ വില ഒന്നും അവർക്കറിയില്ല. അവർക്ക് ഈ പറയുന്ന കുറച്ചു നേരം ഇങ്ങനെ കളിക്കാനുള്ള, എന്നിട്ട് എവിടെയെങ്കിലും എറിഞ്ഞു പൊട്ടിക്കാനുള്ള ഈ കളിപ്പാട്ടത്തിന്റെ വില അവർക്ക് അറിയുള്ളൂ. ഇതാണ് നമ്മൾ ദുനിയാവ് എന്നാണ്. നമ്മളിങ്ങനെ കടയിലോ കച്ചവട സ്ഥാപനത്തിലോ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കളിപ്പാട്ടവും 2 ലക്ഷം രൂപയുടെ ചെക്കും വെച്ചു കൊടുക്കുന്നത് പോലെ ഈ ദുനിയാവിലെ നൈമിഷികമായ കച്ചവടവും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ, മുനാജാത്ത് നടത്താനുള്ള അവസരവും മുന്നിൽ വെച്ച് തന്നാൽ ചെറിയ കുട്ടി കളിപ്പാട്ടം സ്വീകരിക്കുന്നത് പോലെ നമ്മൾ എന്ത് സ്വീകരിക്കാണ്? ദുനിയാവിന്റെ കച്ചവടം സ്വീകരിക്കാണ്, ദുനിയാവിന്റെ ലാഭം സ്വീകരിക്കാണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് നിസ്കരിക്കാം, അത്രേ ഉള്ളൂ. ലഹീബാണെന്നാണ് അല്ലാഹു പറഞ്ഞത്. ലഹുവാണെന്നാണ്, വിനോദമാണ്. കുറച്ചും കൂടി കുട്ടികൾ അങ്ങോട്ട് വളർന്ന ഒരു കൗമാര പ്രായത്തിലേക്ക് എത്തിയാൽ അവരിങ്ങനെ ഗെയിം കളിക്കും. പല ഗെയിമുകളിലും പബ്ജിയും മറ്റേതൊക്കെ ആയിട്ട് ഇങ്ങനെ ഗെയിം കളിക്കും. എത്ര മണിക്കൂർ ഇങ്ങനെ. അവരോട് പറയാണ്, എടാ ഒരു ഉപകാരം ഇല്ലാത്ത ഈ സാധനത്തിന് നീ ഇത്ര സമയം കാണുന്നത് എന്തിനാ? അവർക്ക് മനസ്സിലാവോ? ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ ശരിയാണല്ലോ ഒരു ഉപകാരം ഇല്ലല്ലോ, ഇനി ഞാനിത് കളിക്കില്ല? നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. കാരണം അവർക്ക് ആ ആസ്വാദനമാണ് വലുത്. മൂന്നാമത് സീനത്താണ്, സൗന്ദര്യമാണ്. നാലാമത് തഫാഖുറാണ്, ഫഖ്റാണ്, ദുരഭിമാനമാണ്. അഞ്ചാമത്തത് തകാസുറാണ്, കസ്ർ നടിക്കലാണ്. ഏതിൽ? ഫിൽ അംവാലി വൽ ഔലാദ്, നേടിയെടുത്ത സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും പേരിലുള്ള പെരുമ നടിക്കലാണ്. പിന്നീട് മധ്യവയസ്സ് വരെ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല. മധ്യവയസ്സും കൂടി കഴിഞ്ഞാൽ പിന്നെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക. പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുക, സ്ത്രീകളാണെങ്കിൽ മോന്റെ മക്കളെ നോക്കുക, അവർക്ക് പിന്നെ മോള് പ്രസവിക്കുമ്പോൾ കൂടെ ഇങ്ങനെ അവരെ പരിചരിക്കാൻ നിന്ന് കൊടുക്കുക. ലൈഫ് കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല. പിന്നെ ഫഖ്റും ഇല്ല, കസ്റും ഇല്ല, സീനത്തും ഇല്ല, ലൈബും ഇല്ല, ലഹുവും ഇല്ല, ഒന്നുമില്ല. ലൈഫ് അങ്ങോട്ട് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പോകും, അർദലിൽ ഉമറിലേക്ക് പോകും. ഏതവസ്ഥയിലേക്ക് എന്നറിയോ? ലോകത്തിന്റെ ഭൂപടമത്തെ എടുത്ത് കാണിച്ചു കൊടുത്താൽ അതിലെവിടെയാണ് തന്റെ വീട് എന്ന് പോയിന്റ് ചെയ്ത് കാണിക്കാൻ കഴിയും മാത്രം ജോഗ്രഫി അറിയുന്ന, ലോകത്തെ കുറിച്ച് അറിയുന്ന, പല ഭാഷകളും സംസാരിച്ച മനുഷ്യൻ, ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത, പല ആളുകളുമായി പരിചയമുള്ള, ബന്ധമുള്ള മനുഷ്യൻ സ്വന്തം മഹല്ലിലെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വഴിമാറിപ്പോയി. എന്നിട്ട് പരിചയക്കാരോ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്, അർദലിൽ ഉമറിലേക്ക് എത്തും. അതാണ് ഈ ദുനിയാവിലെ ആകെ തുക എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്നിട്ട് ആ ആയത്തിന്റെ ബാക്കി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവർ? അല്ലാഹു പറയാൻ, കമസലി ഗൈസിൻ അജബൽ കുഫാർ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان. വയനാട്ടിലെ ചില വ്യൂ പോയിന്റുകളിൽ പോയി കഴിഞ്ഞാൽ ചില പർവ്വതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ അവ ഇങ്ങനെ മൊട്ടക്കുന്നുകളായി നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 മഴ അങ്ങോട്ട് പെയ്താൽ, ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ആ പർവ്വതം തന്നെയാണോ നമ്മൾ മുമ്പ് കണ്ടത് എന്ന് അതിശയിച്ചു പോകുമാറ് പച്ചപ്പ് വിരിച്ചുകൊണ്ട്, പച്ച നിറത്തിലായിക്കൊണ്ട് നയനാനന്ദകരമായ കാഴ്ചയായി ആ പർവ്വതം നിൽക്കുന്നത് കാണാം. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ആ കാണുന്ന പച്ചപ്പുണ്ടല്ലോ, അതെന്നും നിലനിൽക്കുന്നതല്ല. ആഴ്ചകൾ മഴയില്ലാതെ പിന്നിട്ട് കഴിഞ്ഞാൽ, മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ആ പച്ച നിറം എല്ലാം മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് വീണ്ടും ആഴ്ചകൾ കടന്നുപോയാൽ ആ മഞ്ഞ നിറത്തിലുള്ള പുൽമേടുകൾ പോലും
ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ശൂന്യമായ കത്തിക്കുരിഞ്ഞൊരവസ്ഥയിലേക്ക് അതങ്ങോട്ട് മാറ്റപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വാക്കുകൾ പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? കുമാരനാശാന്റെ കവിത വീണപൂവ് ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിലസ്ഥിരമസംശയം ആ ഭൂതിയങ്ങു പുനരങ്ങു നിന്റെ ഈ കിടപ്പിതോർത്താൽ എന്ന് പറഞ്ഞ കവിത ഫുള്ള് ശരിയാണോന്ന് അറിയില്ല കേട്ടോ. ചെറുപ്പത്തിൽ പഠിച്ച കവിതയാണ്, പാടിയതാ. എന്താ അർത്ഥം? എന്താണ് അതിന്റെ? ഹാ പുഷ്പമേ. ഹാ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടല്ല, നെടുവീർപ്പിടാണ്. എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് കവി ഇങ്ങനെ നെടുവീർപ്പിടാണ്. എന്താണ് ആ കാഴ്ച എന്നറിയോ? ഒരു പൂവിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, അതിന്റെ ഇതളുകളിലൊക്കെ മണ്ണിങ്ങനെ കയറിയിട്ടുണ്ട്, അതിന്റെ ചുറ്റിലും ഒരു കരിവണ്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. അതിങ്ങനെ മണ്ണിനോട് ചേരാൻ പോവാൻ അതിന്റെ സൗന്ദര്യവും സൗരഭ്യവും സുഗന്ധവും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിനെ നോക്കിയിട്ടാണ് കവി പറയുന്നത്, അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ ഉയരങ്ങളിൽ, ചെടിയുടെ മുകളിൽ ഉയരങ്ങളിൽ ആളുകളുടെ കണ്ണുകളെ ആകർഷിച്ചുകൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് നീ ഉണ്ടായിരുന്നത്. ശ്രീഭൂവിൽ അസ്ഥിരമസംശയം ആ ഭൂതിയങ്ങു പുനരങ്ങു നിന്റെ ഈ കിടപ്പ് തോർത്താൽ, നിന്റെ ഈ കിടപ്പ് കണ്ടാൽ അറിയാം ഈ ഭൂമിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും നൈമിഷികമാണ്. എല്ലാ ഐശ്വര്യങ്ങളും. ആ പൂവ് മാത്രമല്ല. യുവാക്കളെ, ഇപ്പങ്ങളുടെ കൈയൊന്ന് നോക്കോ, ഇപ്പങ്ങളുടെ കാലൊന്ന് നോക്കോ, ഇപ്പോൾ നിങ്ങളുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത്, നിങ്ങളുടെ ഓർമ്മ എല്ലാം ടെസ്റ്റ് ചെയ്ത്, കുറച്ച് കഴിഞ്ഞാൽ ഈ പൂവ് മണ്ണിനോട് ചേരുന്നത് പോലെ ചുക്കിച്ചുളിഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട് പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറും നമ്മളെല്ലാവരും. ആ പൂവിന്റെ അവസ്ഥ തന്നെയാണ്. എന്നിട്ട് കവി അവസാനം പറയുന്നുണ്ട്, കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞു. എന്താ അതിനോട് പറയുന്നറിയോ? അന്ന് നീ സുന്ദരിയായി സുഗന്ധമുള്ളൊരു പൂവായി നീ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമോ, നിന്റെ അടുത്ത് കുറെ ചിത്രശലഭങ്ങൾ വന്നിരുന്നു. ആ ചിത്രശലഭങ്ങളൊക്കെ നീ കൈനീട്ടി സ്വീകരിച്ചിരുന്നു. അന്ന് നീ ശ്രദ്ധിക്കാതെ പോയ ഒരാളുണ്ട്. അതാരെന്നറിയോ? ഇന്ന് നിന്റെ ചുറ്റിലും ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കരിവണ്ടിനെ അന്ന് തിരിഞ്ഞു നോക്കാൻ നിനക്ക് സമയം ഉണ്ടായിരുന്നില്ല. ആ കരിവണ്ടിനെ നീ മൈൻഡ് ചെയ്തില്ല. അത് എത്രയോ ദുഃഖത്തോടെ നിന്നിൽ നിന്ന് ആവർത്തിച്ച് പിരിഞ്ഞുപോയി. പക്ഷേ ഇന്ന് നീ വീണ് മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോ നിന്നെ സമീപിച്ചിരുന്ന ചിത്രശലഭങ്ങൾക്കൊന്നും നിന്നെ വേണ്ടാണ്ടായി. അവയൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയി. ഇന്ന് നിന്റെ അടുത്തുള്ളത് ഈ കരിവണ്ട് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാം ഉള്ള ഒരു സമയത്ത്, ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത്, നമ്മുടെ വാക്കുകൾക്ക് തീപ്പൊരിയുടെ ശക്തിയുള്ള സമയത്ത്, യൗവനത്തിന്റെ രക്തം സിരകളിൽ തിളച്ചു കയറുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ പ്രയോറിറ്റീസ് ഉണ്ട്. ആ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? എന്റെ കച്ചവടം, എന്റെ ബിസിനസ്, എന്റെ ജോലി, എന്റെ ദുനിയാവ്, എന്റെ മക്കൾ, എന്റെ ഭാര്യ, അതെല്ലാം നമ്മുടെ പ്രയോറിറ്റീസ് ആയിരുന്നു. അവിടെ നമ്മൾ ഇടക്കിടക്കെ വിസിറ്റ് ചെയ്തിരുന്ന പ്രബോധകന്മാർ, ദായിമാർ, പരലോകത്തേക്ക് നമ്മെ ക്ഷണിച്ചു കൊണ്ടിരുന്ന സംസാരങ്ങൾ, എഴുത്തുകൾ, ഖുതുബകൾ, ബാങ്കുകൾ, ഇഖാമത്തുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ രണ്ടാം കിടയായിരുന്നു. ചലനമറ്റ് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ മിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ, ശരീരം തണുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന കച്ചവടങ്ങളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, ജോലിയാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, അവയെല്ലാം വേറെ വഴിയിൽ പോകും. പിന്നീട് ഈ കരിവണ്ട് വന്നതുപോലെ അല്പമാണെങ്കിലും നമ്മുടെ ഖബറിലേക്ക് വരാനുള്ളത് ഈ പറയുന്ന അമലുകൾ മാത്രമാണ്. നമ്മൾ തീരെ പ്രയോറിറ്റി കൊടുക്കാതിരുന്ന, മുൻഗണന കൊടുക്കാതിരുന്ന ഈ അമലുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മുടെ ഖബറിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോറിറ്റി, നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന ആ അമലുകൾക്ക് കൊടുക്കുന്ന, നമ്മുടെ ഖബറിലേക്ക് നമ്മെ തേടി വരുന്ന നമ്മുടെ കൂട്ടുകാരന് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 3 വിഷയങ്ങളുണ്ട്. 3 വിഷയങ്ങൾ. അതിൽ ഒന്നാമത്തെ എന്താ അറിയോ? ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ പടച്ചോൻ തന്നിട്ടുണ്ടോ അതിനൊന്നും ഗ്യാരണ്ടിയില്ല. അതിനൊന്നും ഗ്യാരണ്ടിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണ വീട്ടിന്റെ പുറത്ത് നിന്നിട്ട് ആ കല്യാണ വീട്ടിലെ ഗൃഹനാഥൻ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം പറയാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, കുടുംബത്തിൽ എന്ത് കല്യാണം വരുമ്പോഴും സജീവമായി അതിൽ ഇടപെടുന്ന ആൾ എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഒരു യാത്ര കഴിഞ്ഞ് അവരിങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാറിന്റെ ഉള്ളിൽ മുൻസീറ്റിലിരിക്കുകയായിരുന്ന ഇദ്ദേഹം ചുമക്കാൻ തുടങ്ങി. വല്ലാത്ത ചുമ. അങ്ങനെ ചുമ മാറണില്ല. ഡോക്ടർ അടുത്ത് പോയി, പരിചയക്കാരനായ ഡോക്ടർ അടുത്ത് പോയി. എന്നിട്ടും ചുമ മാറണില്ല, മരുന്ന് കുടിച്ചിട്ടൊന്നും. അവസാനം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബയോപ്സി ചെയ്തു. ലങ്സിന് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്. വളരെ ചുരുക്കം ദിവസം മാത്രമേ അദ്ദേഹം പിന്നീട് ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ റമദാനിന് മുന്നൊക്കെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന, ഒരു കുഴപ്പമില്ലാതിരുന്നൊരു മനുഷ്യൻ, പെരുന്നാളിന്
ബിരിയാണി കഴിച്ചതാണ്. എന്തോ ഒരു ദഹനക്കേട്, ഛർദി വന്നു, ആകെ അസ്വസ്ഥതയായി. ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കി, ലിവർ ക്യാൻസർ ആണ്, അതും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, 4th സ്റ്റേജിലാണ്. ഇനി റിക്കവറി ഉണ്ടാവും എന്നറിയില്ല. ഇതാണ് അവസ്ഥ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ, പാട്ടുപാടി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇതിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ആ പറയുന്ന അതേ അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ കുഴഞ്ഞു വീഴാണ്. എത്ര മരണങ്ങൾ പ്രിയപ്പെട്ടവരെ! നമ്മുടെ മിടിക്കുന്ന ഈ ഹൃദയത്തിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നമ്മുടെ ഈ പ്രവർത്തിക്കുന്ന തലച്ചോറിന് എന്തെങ്കിലും ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു ഹറമിൽ ഇത്തിക്കാഫിരുന്ന സമയത്ത് ഒരാൾ തൻ്റെ അനുഭവം പറഞ്ഞതാണ്. എന്താണെന്നറിയോ? ഒരു ഉപ്പ മകളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മകളോട് മാറ്റി റെഡിയായി യൂണിഫോം ഇട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിന്നു. ഉപ്പ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാത്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞതാണ്. സമയം കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. ഉപ്പ വാതിൽ തുറക്കുന്നത് കാണുന്നില്ല. മകൾക്ക് ബേജാറായി. അയൽപക്കക്കാരെ വിളിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ബാത്റൂമിലേക്ക് കയറുന്ന റൂമിന്റെ പാസേജിൽ ആ മനുഷ്യൻ അവിടെ വീണ് കിടക്കുന്നു, മരണപ്പെട്ടു. ഇതാണ് ഈ മരിക്കണതൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളെപ്പോലെ ശ്വസിച്ച, നമ്മെപ്പോലെ സ്വപ്നം കണ്ട, നമ്മെപ്പോലെ പ്ലാനുകളും പദ്ധതികളും ഉണ്ടായിരുന്ന മനുഷ്യരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മരിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രയേ ഉള്ളൂ നമുക്ക് ഗ്യാരണ്ടി. നമ്മുടെ ശരീരത്തിന് അത്രയേ ഉള്ളൂ ഗ്യാരണ്ടി. ആർക്കും അവർ പറയാൻ പറ്റുക ഈ ഹാളിന്റെ പുറത്ത് ഞാൻ എന്തായാലും ഈ ഹാളിന്റെ പുറത്തേക്ക് പോവും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ഞാൻ പറഞ്ഞത് ഈ ദുനിയാവിൽ എന്തൊക്കെ നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവുന്ന ആർക്കും ഉറപ്പ് പറയാൻ പറ്റുക? പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ ഒളിച്ചോടിപ്പോയ സ്ത്രീകളുടെ വാർത്തകളിൽ ദിനേന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താക്കന്മാരും മോശക്കാരല്ല. എൻ്റെ മക്കൾ, ഞാൻ ഒരുപാട് പ്രതീക്ഷയും പ്രത്യാശയും നനച്ച് വളർത്തിയ എൻ്റെ മക്കൾ എൻ്റെ പ്രതീക്ഷക്കൊത്ത് വളരുമോ? ഇല്ല. ഈ ദുനിയാവിൽ എന്തൊക്കെ അല്ല തന്നിട്ടുണ്ടോ അതൊന്നും ഗ്യാരണ്ടി ഇല്ലാത്തതാണ്, അതൊന്നും വാറണ്ടിയും ഇല്ലാത്തതാണ്. അതാണ് ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ ദുനിയാവിൽ ഇനി അല്ല ഗ്യാരണ്ടി തന്നു വിചാരിക്കുക. ഒരാൾക്ക് പടച്ചോന് നിന്റെ ഭാര്യ ജീവിതകാലം മൊത്തം നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ആരോഗ്യം ജീവിതകാലം മൊത്തം ഒരുപാട് കാലം നിനക്ക് ആരോഗ്യം ഉണ്ടാവും, നിന്റെ ഹൃദയം മുടിപ്പ് നിൽക്കൂല, അറ്റാക്ക് വരൂല, നീ കുഴഞ്ഞു പോകൂല, വേറെ കോലത്തിലുള്ള രോഗങ്ങൾ, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും നിനക്ക് വരൂല. ഇതൊക്കെ നിനക്ക് ഞാൻ ഗ്രാൻഡഡ് ആക്കി തന്നിട്ടുണ്ട്, ഒക്കെ നിനക്ക് ഞാൻ ഉറപ്പിച്ചു തന്നിട്ടുണ്ട് എന്നൊരാൾക്ക് അല്ല ഒരു വരം പടച്ചോനോട് കൊടുത്തു വിചാരിക്കുക. 300 കൊല്ലം അയാൾ ജീവിച്ചാല് അയാൾ പടച്ചോനോട് എന്താ അവർക്കറിയോ? പടച്ചോനെ ഇനിയാണ് തിരിച്ചു വിളിച്ചേക്ക്, മടുത്തു എന്ന് പറയും. 300 കൊല്ലം ജീവിച്ചാൽ ഇനി അങ്ങോട്ട് തിരിച്ചു വിളിച്ചേക്ക്, മടുത്തു എന്ന് പറയും. അത് ഈ ജീവിതത്തിന്റെ ഒരു സ്വഭാവമാണ്. മടുക്കും, എല്ലാം മടുക്കും. നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ ആശിച്ചാഗ്രഹിച്ച് കുടുംബക്കാരോടൊക്കെ പടവെട്ടിയിട്ട് ചില കാമുകികാവുകന്മാരോ ഒന്നിക്കണത്. എന്നിട്ട് എന്താ സംഭവിക്കുക? 3 കൊല്ലം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൗലവിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് പറയും, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ആളല്ല കല്യാണം കഴിച്ചതിന് ശേഷം. എന്ത് വൃത്തികെട്ടോനാ! ഈ വൃത്തികെട്ടന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തല്ല് മുഴുവൻ കൂടിയത്. ഈ വൃത്തികെട്ടോൾക്ക് വേണ്ടിയിട്ടാണ്. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ എല്ലാം മടുക്കും, എല്ലാം മടുക്കും. അത് ദാമ്പത്യമാകട്ടെ, ലൈംഗികതയാകട്ടെ, ഭക്ഷണമാകട്ടെ, ഏത് ആസ്വാദനങ്ങളാകട്ടെ, എല്ലാം മടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈ ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര തന്നെ അള്ളാഹു നമുക്ക് കോരി തന്നാലും അനുഭവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. നിങ്ങൾ കണ്ടില്ലേ ടൈറ്റൻ കടലിന്റെ അടിയിൽ കിടന്ന് ഇൻഫ്യൂഷനിൽ മരണപ്പെട്ടു 5 മനുഷ്യന്മാർ. അവരെങ്ങാനും പുറത്തേക്ക്, ഈ കടലിന്റെ പുറത്തേക്ക് അവർക്ക് വരാൻ സാധിച്ചിരുന്നെങ്കിൽ സാധ്യമായ സകല ചികിത്സകളും അവർക്ക് നേടാൻ കഴിയുമായിരുന്നു. കാരണം അവർ ആ യാത്ര പോയത് തന്നെ 2 കോടി ഉറുപ്പിക കൊടുത്തിട്ടാണ്, 2 കോടിയിലധികം കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള ചികിത്സകൾ മുഴുവൻ നേടിയെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ട്. അത് ഉപകാരപ്പെട്ടു അവർക്ക് പ്രിയപ്പെട്ടവരെ. ആ കടലിന്റെ അടിയിൽ ഇനി ഞാൻ ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഞാൻ ഇത്ര കമ്പനിയുടെ CEO ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ പോയാൽ അയാൾ ശ്വാസം മുട്ടി മരിക്കുന്നല്ലാതെ അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഈ ദുനിയാവിൽ അള്ളാഹു എത്രയൊക്കെ തന്നാലും അനുഭവിക്കുന്നതിന് കൃത്യമായ പരിധിയും പരിമിതിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്നതിന് പടച്ചോൻ പരിധി നിശ്ചയിച്ചിട്ടില്ല.
നമ്മളിങ്ങനെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കടന്നാൽ, എന്നിട്ട് നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്ത് ഇങ്ങനെ വാരി വിതറപ്പെട്ട നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കോടാനുകോടി നക്ഷത്രങ്ങൾ, ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വലുപ്പമുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾ മുഴുവൻ നമുക്ക് കാണിച്ചു തന്നിട്ട് പടച്ചോൻ നമ്മളോട് പറയുന്നൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? നിന്റെ വീട് കണ്ടോ നീ നിന്റെ അള്ളാഹു നമ്മളോട് പറയാൻ, നിന്റെ വീട് കണ്ടോ നീ? അത് നിന്റെ പരിധിയും പരിമിതിയുമാണ്. ഒരു വീട്, ഒരു 13 സെന്റ് സ്ഥലം, അല്ലെങ്കിൽ പോട്ടെ ഒരു 25 ഏക്കർ സ്ഥലം നമ്മൾ മനസ്സിലാക്കുക, പരിധിയും പരിമിതിയും ഉണ്ട്. ഒരു സുന്ദരനായ ഒരു യുവാവ് ഒരാഴ്ച കുളിച്ചിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി? ഒരാഴ്ച അയാൾ കുളിച്ചിട്ടില്ല, അതിസുന്ദരനാണ്, ഹാൻസമാണ്, സുന്ദരിയായ ഒരു യുവതി ഒരാഴ്ച കുളിച്ചിട്ടില്ല, എന്താ സ്ഥിതി? പല്ല് കഴിച്ചിട്ടില്ലെങ്കിലോ? അടുത്തേക്ക് പോകാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? അതാണ് സ്ഥിതി. ഇതാണ് ദുനിയാവിലെ പരിമിതി. ഈ പരിമിതികൾക്കെല്ലാം അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലോകം നമുക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മരണമെന്ന് പറയുന്നത് ആ ലോകത്തേക്കുള്ള വാതായനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിന്റെ ആ വരവിന്റെ സമയത്ത് മലക്കുൽ മൗത്തും മരിക്കാൻ പോകുന്ന മനുഷ്യനും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, മലക്കുൽ മൗത്ത് വന്നൊരു മനുഷ്യൻ ഇങ്ങനെ റൂഹ് പിടിച്ച് പോകാൻ പോകുമ്പോ ചില ആളുകൾ അവിടുന്ന് പറയുന്നതാണ്. അല്ലാഹു പറയാൻ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ചില ആളുകളെ റൂഹ് പിടിക്കാൻ വരുമ്പോ അവരതാ മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാതെ മാറ്റിവെച്ച എന്റെ മുൻഗണനാ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന പല കാര്യങ്ങളുമുണ്ട്, അതെല്ലാം ഞാനൊന്ന് പ്രവർത്തിക്കട്ടെ, അതിനുവേണ്ടി ഞാനൊന്ന് സമയം കണ്ടെത്തട്ടെ, എന്റെ കുടുംബ ബന്ധം ഒന്ന് ചേർക്കാൻ, ഞാൻ പിണങ്ങിപ്പോയാണെന്ന് പോയി കാണാൻ, 1-2 ദിവസമെങ്കിലും ജമാഅത്ത് കൃത്യമായി നമസ്കരിക്കാൻ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു സുന്നത്ത് നോമ്പെടുക്കാൻ, ഒരു ദിവസം 2-3 വരിയെങ്കിലും ഖുർആൻ ഓതാൻ എനിക്ക് അല്പസമയമെങ്കിലും ഒന്ന് നീട്ടിത്തരാമോ എന്ന് ഓരോ മനുഷ്യനും മലക്കുൽ മൗത്തിനോട് ചോദിക്കുമെന്നാണ്. അവിടെ പറയപ്പെടുന്ന മറുപടി എന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവൻ ആ വാക്കങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ ആ വർത്തമാനം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാരാലും കേൾക്കപ്പെടുകയില്ല, ആരാലും ഉത്തരം നൽകപ്പെടുകയില്ല. അവനെ കാത്തിരിക്കുന്നത് ബർസഖാണ്. ഖിയാമത്ത് നാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവൻ പോകാനിരിക്കുന്നത് ബർസഖിന്റെ ലോകത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടുപോകാൻ പോകുന്നത്, നമ്മൾ എത്ര വലിയ പണക്കാരനാകട്ടെ, എത്ര വലിയ പദവിയുള്ളവനാകട്ടെ, നമ്മുടെ ചേതനയേറ്റ ശരീരം കൊണ്ടുപോകുന്നത് 6 അടി മണ്ണിലേക്കാണ്. ആ 6 അടി മണ്ണിനെ കുറിച്ച് പല ആളുകളും പലതും പാടിയിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, കിടക്കേണമതിൽ നീ സമാനാ. ആ ഖബർ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ കുറവാണ്. അള്ളാന്റെ റസൂൽ ഇന്നും ഖബറിലാണ്. ഈ ദുനിയാവിൽ പ്രവാചകൻ ജീവിച്ചത് 63 വർഷമാണ്. എന്നാൽ അള്ളാന്റെ റസൂൽ ഖബറിൽ ജീവിച്ചത് 1400 വർഷങ്ങൾ പിന്നിടുകയാണ്. ഖബറിൽ അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങിയിട്ട്. അങ്ങനെ എത്ര ആളുകൾ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുനിയാവിൽ ജീവിച്ചത് 1000 ചില്ലാനം വർഷമാണ്. എന്നാൽ അദ്ദേഹം ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾ പലതും കടന്നുപോയി. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുക 50, 60, 70 വർഷമായിരിക്കും. നമ്മൾ ഖബറിലേക്ക് നാം വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കാലം ആ ഖബറിൽ നാം കിടക്കണമെന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. എപ്പോഴാണോ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2ാമത്തെ തവണ കാഹളത്തിലൂതുക, ആ കാലഘട്ടം വരെ ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം
സംശയവുമില്ല. അങ്ങനെ ഇസ്രാഫീൽ രണ്ടാമത് കാഹളത്തിൽ ഓതിക്കഴിഞ്ഞാൽ, സൂറിൽ ഓതിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സിസ്റ്റങ്ങളും മാറി, മുഴുവൻ സംവിധാനങ്ങളും മാറി. അള്ളാഹുവിന്റെ കോടതി വിളിച്ചു ചേർക്കപ്പെടുകയാണ്, അള്ളാഹുവിന്റെ വിചാരണാവേദി വിളിച്ചു ചേർക്കപ്പെടുകയാണ്. അന്ന് ചില ആളുകൾ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നാണ്. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങുമെന്നാണ്. ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേശികളും നമ്മുടെ ആന്തരിക അവയവങ്ങളുമെല്ലാം ആഴ്ചകൾ കൊണ്ട് ഇല്ലാതായി പോകുമെന്നാണ്. നമ്മുടെ മുടിയും നഖവും നമ്മുടെ പല്ലുകളും ഏതാനും മാസങ്ങൾ കൊണ്ട് മണ്ണിനോട് ചേരുമെന്നാണ്. വീണ്ടും ഏതാനും വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾ പോലും ആ മണ്ണിലേക്ക് ചേരുമെന്നാണ് സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നട്ടലിന്റെ താഴെയുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഒരുപാട് വർഷം നിലനിൽക്കുക. അതും ഒരുപക്ഷെ ഒരുപാട് വർഷം കഴിഞ്ഞാൽ മണ്ണിലേക്ക് ചേരാൻ തുടങ്ങുമെന്നാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ, 15 20 വർഷം കഴിഞ്ഞാൽ, 20 വർഷം മുമ്പ് മരിച്ചൊരു മനുഷ്യന്റെ ഖബർ കുഴിക്കുമ്പോ ആ ഖബറിൽ അങ്ങനെ ഒരു മനുഷ്യൻ കിടന്നിരുന്നോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് ആ മനുഷ്യന്റെ ശരീരം മണ്ണായി മാറിയിട്ടുണ്ടാകും. ഒരു ഖബറിൽ തന്നെ എത്ര അവകാശികളാണ്, ഒരേ ഖബറിൽ തന്നെ എത്ര മനുഷ്യരെയാണ് മറമാടപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോ നുരുമ്പിച്ചു പോയ, മണ്ണിനോട് ചേർന്നു പോയ, നാമാവശേഷമായി പോയി എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ അപ്രത്യക്ഷമായി പോയ മനുഷ്യ മക്കൾ മുഴുവൻ അതാ പുനർജീവിപ്പിക്കപ്പെടുകയാണ്. അവരുടെ കണ്ണുകൾ, അവരുടെ കാതുകൾ, അവരുടെ കൈകൾ, അവരുടെ കാലുകൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ, അവന്റെ എല്ലുകളെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ എല്ലുകളെ കൂട്ടിച്ചേർക്കുമെന്ന് മാത്രമല്ല, അവന്റെ പേശികളെ അതിന്റെ മുകളിൽ പൊതിയുമെന്ന് മാത്രമല്ല, അവന്റെ ആന്തരികാവയവങ്ങളും അവന്റെ കണ്ണുകളും കാതുകളും അവന്റെ കൈകളും കാലുകളുമെല്ലാം അവന് തിരിച്ചു നൽകുമെന്ന് മാത്രമല്ല, അവന്റെ വിരൽ തലപ്പുകളെ പോലും ലോകത്ത് ഇല്ലാത്ത 10 വിരലുകൾ എടുത്തു കഴിഞ്ഞാൽ ആ 10ഉം വ്യത്യസ്തമായി കിടക്കുന്ന അവന്റെ വിരൽ തലപ്പുകൾ ഉണ്ടല്ലോ, ആ വിരൽ തലപ്പുകൾ പോലും പുനഃക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ ഹശ്റിന്റെ മൈതാനിയിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ കളവ് പറയാൻ കഴിയാത്ത, ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, കുതറി മാറാൻ കഴിയാത്ത, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അവിടെ എത്തുന്നതാണ്. അവിടെ ഒരുപാട് കടമ്പകളുണ്ട്. ആ ഹശ്റിന്റെ മൈതാനിയിൽ ആദ്യമായി മനുഷ്യന് നൽകപ്പെടുന്നത് അവന്റെ ജീവിതത്തിന്റെ പുസ്തകമാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ത്വയ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശകുനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് മാത്രമാണ്. സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു പറയുന്നു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. എല്ലാ മനുഷ്യന്റെയും ശകുനം എവിടെയാണ്? ഏതെങ്കിലും ഒരു ദിവസത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല, ഏതെങ്കിലും ഒരു വാഹനത്തിലല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പെരടിയിലല്ല ഒരു പുരുഷന്റെ ശകുനമുള്ളത്, ഒരു പുരുഷന്റെ പെരടിയിലല്ല ഒരു പെണ്ണിന്റെ ശകുനമുള്ളത്. ഓരോ മനുഷ്യന്റെയും ശകുനം കിടക്കുന്നത് അവനവന്റെ തോളത്ത് തന്നെയാണ്. എന്നിട്ടല്ല പറയുകയാണ്, ആ ശകുനം ഞാൻ എപ്പോഴാണ് പുറത്തേക്ക് എടുക്കുക എന്നറിയുമോ? അന്ത്യനാളിൽ ഹശ്റിന്റെ മൈതാനിയിൽ നിൽക്കുമ്പോഴാണ്. യൽഖാഹു കിതാബൻ യൽഖാഹു മൻശൂറാ, തുറക്കപ്പെട്ട പുസ്തകത്തിന്റെ രൂപത്തിൽ അവന്റെ ശകുനം അവന്റെ മുന്നിലേക്ക് വെക്കപ്പെടുന്നതാണ്. എന്നിട്ട് അവനോട് പറയപ്പെടുന്നതാണ്, കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക. ഇന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെ ആവശ്യമില്ല, നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല, നീ തന്നെ നിന്റെ വിചാരണക്കും വിസ്താരണത്തിനും മതിയായതാണെന്ന് അവനോട് പറയപ്പെടുകയാണ്. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, നന്മ എത്ര ചെറുതാകട്ടെ അതിൽ
ഒഴിവായി പോകുകയില്ല. തിന്മ എത്ര ചെറുതാകട്ടെ അതിൽ ഒഴിവായി പോകുകയില്ല. ജീവിതത്തിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആരോരും അറിയാതെ ദൂരയാത്രക്കിടയിൽ ദൂരദിക്കിലേക്ക് യാത്ര പോയൊരവസരത്തിൽ ആര് നാട്ടുകാരോ പരിചയക്കാരോ കുടുംബക്കാരോ കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരവസരത്തിൽ നമ്മൾ ചെയ്തു പോയ നമ്മുടെ കണ്ണിൽ നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു തെറ്റ് എന്നോ നമ്മളത് മറന്നുപോയിട്ടുണ്ട്. നമ്മുടെ സ്മരണയിൽ എവിടെയും അതില്ല. പക്ഷേ കിതാബ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവനെന്ന് ഓർത്തു പോകുന്നതാണ്, ഓർമ്മിച്ചു പോകുന്നതാണ്. ആ കിതാബ് അങ്ങ് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ഈ കാര്യം പറഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും അത് വിശ്വസിച്ചിട്ടുണ്ടാവുക? അവരുടെ മുന്നിൽ ഉദാഹരണങ്ങളില്ല, അവരുടെ മുന്നിൽ മിസാലുകളില്ല, തെളിവുകളില്ല. എന്നാൽ എന്റെയും നിങ്ങളുടെ മുന്നിൽ വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, ഇഖാമ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ജവാസാത്തിലേക്ക് പോയാൽ, ലീവ് നീട്ടിക്കിട്ടാനോ അല്ലെങ്കിൽ ലീവ് അടിക്കാനോ ജവാസാത്തിലേക്ക് പോകുമ്പോ അവരത് ആ വലിയൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആ ലിസ്റ്റിൽ എന്താണുള്ളത്? അവരടക്കാനുള്ള ഫൈനുകളാണ്, പെനാൽറ്റികളാണ്, ഗറാമകളാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ആളുകൾ ചോദിക്കാണ്. എന്തിനാണ് ഞാൻ ഇത് അടക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന്റെ ഡീറ്റെയിൽസ് അടക്കം അതിൽ തരും. അവർ പറയും, ഇന്ന തീയതി, ഇന്ന മണിക്കൂർ, ഇന്ന മിനിറ്റ്, ഇന്ന പ്രദേശത്ത് വെച്ച്, ഇന്ന സ്ഥലത്ത് വെച്ച്, ഇന്ന സിഗ്നലിൽ വെച്ച് ഇന്ന തെറ്റ് നീ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ക്യാമറകളുള്ള, AI ക്യാമറകളുള്ള, CCTVകളുള്ള, അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യ മസ്തിഷ്കത്തെ സംവിധാനം ചെയ്ത റബ്ബിന് ചെയ്ത തെറ്റുകൾ ഓരോന്നും ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല പ്രിയപ്പെട്ടവരെ. കാരണം അതിന്റെ ഉദാഹരണങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോറിനാൽ ഉണ്ടാക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് ഇത്രയും കൃത്യമായ വിവരങ്ങൾ നൽകി നമ്മെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ തലച്ചോറിന്റെ സംവിധായകനായ റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടായിരിക്കും, എത്ര വ്യക്തമായിട്ടായിരിക്കും നമുക്ക് നമ്മുടെ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖറഉ കിതാബിയ ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. വല്ലാത്ത വാക്കുകളാണ് ചില ആളുകളത് ആ ഗ്രന്ഥത്തിന്റെ താളുകൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ അവരുടെ കർമ്മങ്ങൾ കണ്ടിട്ട്, അവരുടെ കർമ്മങ്ങൾ, അമലുകൾ കണ്ടിട്ട് അവരുടെ മുഖം പ്രസന്നമാകുകയാണ്. എന്നിട്ട് അവരതാ അടുത്തു നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, ഇതാ എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കണേ. എന്റെ വിജയത്തിന് കാരണമാകുന്ന, അറ്റമില്ലാത്ത സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകുന്ന എന്റെ ഈ ഗ്രന്ഥത്തെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ. ഈ ഗ്രന്ഥം ഇപ്രകാരമായി മാറാൻ കാരണം എന്താണെന്നറിയുമോ? ഇങ്ങനെ ഒരു ഗ്രന്ഥം നൽകപ്പെടുമെന്നും ഇങ്ങനെ ഒരു ദിവസത്തിൽ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു നിൽക്കേണ്ടി വരുമെന്നും എനിക്ക് ബോധമുണ്ടായിരുന്നു, എനിക്ക് ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത എന്റെ ജീവിതത്തിലെ നിഖില മേഖലകളിലും പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഗ്രന്ഥം ഈ രൂപത്തിലായത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. വിലപിക്കുകയാണ്. അവരെങ്ങനെ ഗ്രന്ഥം മറിച്ചു നോക്കിയിട്ട് പറയുകയാണ്, എന്ത് വല്ലാത്ത നാശത്തിന്റെ ഗ്രന്ഥം, ഇതെനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ മരണത്തോടുകൂടി ജീവിതം മുഴുവൻ അവസാനിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങനെ വിലപിക്കുകയാണ്. മാശറയിലെ രണ്ട് അവസ്ഥയാണ്. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? നമ്മളിങ്ങനെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ടീച്ചർ ഇങ്ങനെ, ഇപ്പൊ അങ്ങനെയാണ്, കുട്ടികൾക്ക് സ്റ്റാറാണ് ഒട്ടിച്ചു കൊടുക്കുക, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കല്ലോ. സ്റ്റാർ കിട്ടിയ ദിവസം ഈ 4, 5, 6 വയസ്സുള്ള കുട്ടികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ബാഗ് തുറന്നിട്ട് ആ പുസ്തകം എടുത്തിട്ട് ഉമ്മന്റെ മുന്നിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോ, നോക്ക് എനിക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിന്റെ മാത്രമല്ല, മനുഷ്യന്റെ കൂടി വികാരാണത്. നമ്മുടെ നേട്ടങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാണ് മാശറയിൽ അവിടെ കാണുക. കിതാബിയ. അടുത്തിരിക്കുന്നവനോട് ആള് പറയാൻ, ഒന്ന് വായിച്ചു നോക്ക് എന്റെ ഗ്രന്ഥം, ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്, എത്ര അടിപൊളിയാണല്ലേ, എത്ര സംഭവമാണല്ലേ എന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മാശറയിൽ നിൽക്കുന്ന മനുഷ്യരുടെ
സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഏതവസ്ഥയിലായിരിക്കും മാശറയിൽ ആളുകൾ നിൽക്കുക? രണ്ടവസ്ഥയിലായിരിക്കും. രണ്ടവസ്ഥയിലാണ് ആളുകൾ മാശറയിൽ ഉണ്ടാവുക. ഒന്നാമത്തെ അവസ്ഥ ഏതാണെന്നറിയോ? ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ പറയുന്നുണ്ട്. എന്താണ്? ലാ യുസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കാത്തൊരു ദിവസം. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. ഓരോ കുറ്റവാളി ഒന്ന് ആഗ്രഹിച്ചു പോകുകയാണ്, എൻ്റെ ഉമ്മാനെ പകരം തരാം, എൻ്റെ ബാപ്പാനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ എന്ന് വേണ്ട. വമൻ ഫിൽ അർദി ജമീഅ. ഈ ദുനിയാവിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാം പകരം തരാം. സുമ്മയുഞ്ചി. എന്നെ മാത്രം ഒന്ന് കൈച്ചിലാക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? നരകം കണ്ടിട്ടാണ്. ഇന്നലകളിൽ ദുനിയാവെന്ന് പറയുമ്പോൾ കളിയാക്കി, കൊഞ്ഞനം കുത്തി, ട്രോളി, പരിഹസിച്ചു, വലിയ വായില് വീഡിയോ ഒക്കെ ഇറക്കി. അവിടെ എത്തിയിട്ട് ഇങ്ങനെ നരകം കാണാൻ. അപ്പം പറയാണ് സുമ്മയുഞ്ചി. ഈ പറയുന്ന സകല യുക്തിവാദികളുടെയും അവസ്ഥയാണ്. അവിടെ എത്തുമ്പോ ഇവർക്കാണ് ആദ്യം മനസ്സിലാവുക എവിടെയാണ് ഞങ്ങൾ ഉള്ളത്, എവിടെയാണ് നമ്മളുള്ളത് ആദ്യം ഇവർക്കാണ് മനസ്സിലാവുക. അവിടുന്നാണ് പറയാ, പടച്ചോനെ എല്ലാരെയും പിടിച്ച് നരകത്തിലിട്ടിട്ട് ഞാൻ മാത്രം ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വേറൊരു മെന്റൽ സ്റ്റേറ്റ് എന്താ പറയാ നിങ്ങൾ? ചില ആളുകൾ വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവർക്ക് കാണാവുന്ന രൂപത്തിൽ സ്വർഗം ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഹാദാ മാ തുഅദൂൻ ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അല്ലയോ പശ്ചാത്തപിച്ചവരെ, അല്ലയോ സൂക്ഷ്മത പാലിച്ചവരെ, ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം എന്നവരോട് പറയപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود. സമാധാനത്തോടെ അതിലേക്ക് പ്രയാണം നടത്തിക്കൊള്ളുക, അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇത് അനശ്വരതയുടെ ദിവസമാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. എന്തൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം ആ സ്വർഗത്തിൽ അവർക്കുണ്ട്. അത് മാത്രമല്ല അതിനേക്കാൾ കൂടുതലും അവർക്കുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. ഇതാണ് കുറച്ചാളുകളുടെ അവസ്ഥ, മാനസികാവസ്ഥ ഉണ്ടാവുക. ഈ സ്വർഗം ഇങ്ങനെ കണ്ടിട്ട് അതിലേക്ക് പോകാൻ ഇങ്ങനെ പൂതി വന്ന് അതിലേക്കൊന്ന് ഇടിച്ചു കയറാനുള്ള മനസ്സിലാണ് ചില ആളുകളുടെ. രണ്ട് മെന്റൽ സ്റ്റേറ്റിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. ഇവിടെ വിചാരണ നടത്തുന്ന ഒരു രൂപമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനുഷ്യന്മാർക്കും വിചാരണ ഉണ്ട്. വിചാരണ ഇല്ലാതെ പോകുന്ന വിഐപികളുടെ എണ്ണം എത്രയാണ് അറിയോ നിങ്ങൾക്ക്? വെറും 70,000. അത് ശരിക്ക് വിഐപികൾ തന്നെയാണ്, ഒരു സംശയം വേണ്ടിട്ട് ആ കാര്യത്തിൽ. സകല പ്രവാചകന്മാരും എല്ലാ പ്രവാചകന്മാരും 70,000 പെടോ? അങ്ങനെ റസൂൽ പറഞ്ഞു തന്നിട്ടില്ല. ഈ പറയുന്ന 70,000 ആ മാശറയിൽ കാത്തു നിൽക്കുന്ന എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കും. ഇവരങ്ങനെ അവരെ പാട്ടിന് അങ്ങോട്ട് പോകും. ഇവർക്ക് വിചാരണ ഇല്ല, ഇവരെ തടഞ്ഞു വെക്കൂല. സുബ്ഹാനല്ലാഹ്. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് എന്തെങ്കിലും കയ്യാതെക്കുമ്പോ, പ്രയാസം വരുമ്പോ, എനിക്കൊന്ന് മന്ത്രിച്ചു തരുവോ, എനിക്കൊന്ന് ഊതിത്തരുവോ, എനിക്കൊന്ന് വെള്ളത്തിൽ ഊതിത്തരുവോ, ഇത് അവർ പറയില്ല. അവരാരോടും ആവശ്യപ്പെടൂല. ആ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവരെടുക്കുന്ന നിലപാടുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, രാവിലെ വൈകുന്നേരങ്ങൾ അദ്കാറുകൾ കൃത്യമായി ചൊല്ലുക, ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക. ഇതൊക്കെയാണ് അവര്. അതുപോലെ തന്നെ ഡോക്ടറെ കാണിക്കുക, ചികിത്സിക്കുക. ഇതാണ് അവർ തേടുന്ന പരിഹാര മാർഗങ്ങൾ. വലായത്തയ്യറൂൻ. ഒരു കറുത്ത പൂച്ച മുന്നിലൂട്ട് ഓടിയാൽ മുജാഹിദാണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരിടങ്ങേറ്. സംഗതി സലഫിയൊക്കെയാണ്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിലൊരു ഇടങ്ങേറ്. വലത്തെ കണ്ണ് പടച്ചാൽ
ഇന്ന് എനിക്ക് കരയല്ലോ, ഇടത്തെ കണ്ണ് പിടച്ചാൽ ഇന്ന് നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ, ഉള്ളം കൈ ഒന്ന് ചൊറിഞ്ഞാൽ ഇന്നിട്ട് പൈസ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലൊക്കെ വലത്തെ മൂക്ക് ചൊറിഞ്ഞാൽ ആരോ നല്ലത് പറയുന്നുണ്ടല്ലോ, ഇടത്തെ മൂക്ക് ഒന്ന് ചൊറിഞ്ഞാൽ ആരോ കുറ്റം പറയുന്നുണ്ടല്ലോ, ഓളായിരിക്കും, എനിക്കറിയാം ഓൾ തന്നെ ആയിരിക്കും കുറ്റം പറയണ്ട. ഇങ്ങനെയുള്ള ത്വയ്റുകൾ, ഇത്തരത്തിലുള്ള ഈ ശകുനങ്ങൾ അവരുടെ മനസ്സിൽ അത് ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒക്കെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഇത്തരത്തിലുള്ള അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ എപ്പെങ്കിലും ഒരു ദിവസം കണ്ണൊന്ന് പടച്ചുപോയി, അന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി, അന്ന് കരയേണ്ടി വന്നാല് മരണം വരെ പിന്നെ കണ്ണ് പൊടിച്ചാൽ കരയുന്ന, അങ്ങനെയാണ് ഇങ്ങനെ ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ ഈ 70,000-ൽ പെടണമെങ്കിൽ അതൊന്നും മനസ്സിലുണ്ടാവാൻ പാടില്ല. അവരുടെ മെന്റാലിറ്റി തന്നെ അങ്ങനെ ഇരിക്കും. ഇത്തരം കാര്യങ്ങളും പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒച്ചനെക്കാട്ടി കൂടുതൽ മഴന്റെ ഒച്ച. ഇത് സൗണ്ട് കൂട്ടാൻ പറ്റുമോ കുറച്ച്? അപ്പോൾ നല്ലോണം ഒച്ചെടുക്കേണ്ടി വരും. നല്ലോണം കുറച്ചു നേരമായി നല്ലോണം ഒച്ചെടുക്കാൻ തുടങ്ങിയിട്ട്, ഏകദേശം സൈഡായി, നമ്മൾ സമയമായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ട് തരം അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ എങ്ങനെ വിചാരണ അറിയോ? ഫസൗഫ യുഹാസബു. ചില ആളുകൾ വിചാരണ ഇല്ലാതെ പോവും, ചില ആളുകൾ അല്ലാഹ് പേരിന് അങ്ങോട്ടൊന്ന് വിചാരണ ചെയ്യും. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. എളുപ്പമുള്ള ഒരു വിചാരണ അങ്ങോട്ട് ചെയ്തിട്ട് അല്ലാഹു അവരെ വിടുന്നാണ്. ആ വിചാരണ എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ വിചാരണ എങ്ങനെയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചതിന്റെ കാമ്പ് കിടക്കുന്നത്. ഇവിടെയാണ് ഒരാൾ അല്ലാഹ് ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എന്താ ചെയ്യാന്നറിയോ? അയാളുടെ തെറ്റുകൾ മുഴുവൻ അയാൾ പറഞ്ഞു കൊടുക്കും. അയാളുടെ പാപങ്ങൾ, ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നു ഈ സാധനത്തിന്, എന്നിട്ടാണ് ഇത്ര നേരം കുറച്ച് വെച്ചു. അയാളുടെ തെറ്റുകൾ മുഴുവൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അയാൾ ഉറപ്പിക്കും, പടച്ചോൻ ഇനി ഒരു രക്ഷയില്ല, ഇനി എനിക്കൊരു രക്ഷയുമില്ല, ഞാൻ നരകത്തിലേക്ക് പോവാൻ പോവാണ് എന്ന് പറഞ്ഞ് അയാൾ ആകെ നിരാശനായി, അവശനായി, ആകെ ഡെസ്പായി അങ്ങനെ കിടക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ഞെട്ടിച്ചുകൊണ്ട്, അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പടച്ചോൻ പറയാ, ഒന്നും പേടിക്കണ്ട, ഈ തെറ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തുള്ള ഒരവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ തെറ്റ് മുഴുവൻ ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്, നീ ഇതിനെക്കുറിച്ച് ഒരു ടെൻഷനും അടിക്കണ്ട, നീ മെല്ലെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയിക്കോ, ഇതാരും അറിയണ്ടെന്നും കൂടി റബ്ബ് പറയും. ഇതാരും അറിയണ്ട, ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി. അള്ളാഹു പാപം പുറത്തു തരുമെന്ന് പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറഞ്ഞ വേറൊരു സംഗതി ഉണ്ട്. എന്താ അറിയോ? എന്താണത്? യഗ്ഫിർ ലക്കും ദുനൂബക്കും വ യുകഫിർ അൻകും സയ്യിആതികും. അല്ലാഹ് പാപം പുറത്തുതരുക മാത്രമല്ല ചെയ്യുക, യുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ അല്ലാഹു മറച്ചു വെക്കുകയും ചെയ്യും, മാലോകരറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുറെ തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് മറ്റുള്ളവരറിയാതെ നിൽക്കുന്നത് നമ്മളെ മിടുക്കുകൊണ്ടൊന്നല്ല. ശരിക്കും മനസ്സിലായിക്കോ, അള്ളാഹു ഉണ്ടാക്കി കിടന്ന ഒരു സുത്രയാണത്, ഒരു മറയാണ്. എന്തിനാ പടച്ചോൻ അങ്ങനെ ഉണ്ടാക്കി തരുന്നറിയോ? ആ മറ എന്തിനാണ് ഇട്ടെന്നറിയോ? നീ ഇനിയും തെറ്റ് ചെയ്തോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നാളെ നമുക്ക് പശ്ചാത്തപിക്കാൻ തോന്നിയാൽ, നാളെ നമുക്ക് നന്നാവാൻ തോന്നിയാൽ, നല്ല ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കുമ്പോ നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ പോലും നമ്മെ ഒരുപക്ഷെ കളിയാക്കി എന്ന് വരും. എന്നെപ്പോഴാണ് റെഡിയായത് എന്ന് സ്വന്തം മാതാപിതാക്കൾ ചോദിക്കും. എൻ്റെ ഒരു പള്ളിയിൽ വരാത്തൊരു മനുഷ്യനോട് നിസ്കരിക്കാൻ വരാൻ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞെന്താ അറിയോ? നാണക്കേടാണ്, ആളുകൾ കളിയാക്കുന്നുള്ളതാണ്. ഇന്നലെ ISMന്റെ മീറ്റിങ്ങിൽ TP പറഞ്ഞൊരു സംഗതി ഉണ്ട്. അസറസ്കരിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനോട് ചോദിക്കും, എന്താടാ ദൂറസ്കരിക്കാൻ വരാത്തെ? ദൂർണോ വന്നിട്ടുണ്ടാവില്ല, അപ്പൊ അസറസ്കരിക്കാൻ വന്നാൽ അവനോട് ചോദിക്കുക. ചില ആളുകൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരുടെ പാൻറിന്റെ അളവെടുക്കും, താടിന്റെ അളവെടുക്കും, എന്നിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്യും. ഇന്ന് ഇവൻ മുനാഫിക്ക്, ഇവൻ മുബത്തദി, ഇവൻ ഗാഫില്, ഇവൻ മുർത്തദ്, ഇവൻ ബിദഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ സോർട്ട് ചെയ്യുന്ന ആൾക്കാര്. അപ്പം ഇതാ മനുഷ്യന്റെ സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു വിവാദത്തിന്റെ സ്വഭാവമല്ല, അത് മനുഷ്യന്റെ സ്വഭാവമാണത്. തെറ്റിങ്ങനെ നോക്കി ആളുകളെ കുത്താന്നുള്ളത്. അള്ളാഹ് അവിടെ ചെന്താ പറയാറിയോ? യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുകഫിർ അൻകും സയ്യിആതികും. എല്ലാ പാപവും പുറത്തു, മാത്രല്ല നിന്റെ തെറ്റുകൾ വേറെ ആരും നീ അറിയാനും പോകുന്നില്ല, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ.
എന്നീ മനുഷ്യനോട് പറയുമ്പോൾ ആ വിചാരണയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, എളുപ്പമുള്ള ഒരു വിചാരണ ചെയ്തിട്ട് അവനെ അങ്ങോട്ട് ഞാൻ വിടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ വിചാരണ നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. 10:20 ട്രെയിനിന് പോകണം. അതുകൊണ്ട് നിർത്താണ്. മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അപ്പടി പകർത്താനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളും ഫിത്നകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശത്തിൻ്റെ പരിശുദ്ധമായ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.